السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ തിങ്കളാഴ്ചയും നടക്കുന്ന അഖീദ പഠന പരമ്പരയിൽ അൽ ഇർഷാദ് ഇലാ സ്വഹീൽ ഇഅ്തിഖാദ് എന്ന കിതാബ് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതിൽ അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക് എന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. 98-99 പേജുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. വ്യത്യസ്തമായ കാര്യങ്ങൾ ചെറിയ ഷിർക്കായത് പലപ്പോഴും ആളുകൾ അറിയാത്തതോ ശ്രദ്ധിക്കാത്തതോ ആയി ധാരാളമുണ്ട് എന്ന് പറഞ്ഞു. ചെറിയ ഷിർക്കുകൾ ഒരാളുടെ ഈമാൻ ഇല്ലാതാക്കുന്നില്ല, എന്നാൽ ഈമാനിൽ പോരായ്മകൾ വരാൻ അത് നിമിത്തമായി മാറും. ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പ്രശ്നമില്ല, എന്നാൽ അയാളുടെ തൗഹീദിനെ, അയാളുടെ അഖീദയെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് അത് എന്ന് പറഞ്ഞു. ഇത് ഒന്ന് പറഞ്ഞത് അല്ലാഹുവില്ലാത്ത പേരിൽ സത്യം ചെയ്യൽ, അൽ ഹലഫു ബിഗൈരില്ല. 2 അശ്ശിർക്കു ഫിൽ അൽഫാദ്, പദപ്രയോഗങ്ങളിൽ വരുന്ന ഷിർക്കുകൾ. വിശ്വാസത്തൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചില പദങ്ങളിൽ അയാളില്ലായിരുന്നുവെങ്കിൽ, ഈ ജോലി ഇല്ലായിരുന്നുവെങ്കിൽ എന്നൊക്കെയുള്ള ചില പദപ്രയോഗങ്ങൾ അത് യഥാർത്ഥത്തിൽ പൂർണ്ണതയ്ക്ക് കോട്ടമാണ് എന്ന് പറഞ്ഞു. 3 അശ്ശിർക്കു ഫിൻ നിയ്യാത്തി വൽ മഖാസിദി. കുറച്ച് ഭാഗം നമ്മൾ വായിച്ചു. നിയ്യത്തിൽ, ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വരുന്ന ഷിർക്കുകൾ. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന അമൽ തന്നെ അത് ലക്ഷ്യം മാറിപ്പോവുക. ചില ആളുകൾ കാണിക്കാൻ വേണ്ടിയോ ആളുകളുടെ പ്രീതിക്ക് വേണ്ടിയോ പ്രശംസയ്ക്ക് വേണ്ടിയോ ഒക്കെ ചെയ്യുന്നു. അമൽ അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ്, പക്ഷേ ചിലപ്പോൾ അതിൽ ചില പോരായ്മകൾ ആളുകളുടെ മനസ്സിൽ വന്നു പോയേക്കാം. നമ്മൾ പറഞ്ഞു റിയാ, സുംഅത്തൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ 1 വായിച്ചു. റിയാ എന്താന്ന് പറഞ്ഞു, ആളുകൾ കാണാൻ വേണ്ടി, ആളുകൾ പേരിന് വേണ്ടി ഒക്കെ ചെയ്യുക. നിസ്കാരം, ഖുർആനോത്ത്, ഉപദേശങ്ങൾ, ദിക്റുകളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നു, പക്ഷേ ചിലപ്പോൾ അത് നാലാൾ കാണുമ്പോൾ അവനൊരു ഒന്നും കൂടി ഉഷാറാക്കുക, അല്ലെങ്കിൽ ആളുകൾ ഒരു നന്മ പറയണമെന്ന് അറിയാതെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായി വരിക. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇബ്നു ഖയ്യിമിൻ്റെ ഒരു വാചകവും പറഞ്ഞു. ഇനി 100-ാമത്തെ പേജിലാണ്, 100-ാമത്തെ പേജിൽ അവസാനത്തെ പാരഗ്രാഫാണ് ബാക്കിയുള്ളത്. വഖദ് തവഅദല്ലാഹു അൽ മുറാഈന ബിൽ വൈലി. മുറാഈൻ, ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്ന ആളുകളെ അല്ലാഹു തആല താക്കീത് ചെയ്തു. ബിൽ വൈലി, അവർക്ക് നാശമെന്ന് അല്ലാഹു തആല താക്കീത് ചെയ്തിട്ടുണ്ട്. ഫഖാല തആല ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون എന്ന ആയത്തിൽ നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവരുടെ ലക്ഷണം പറഞ്ഞെന്താണ്? ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്നവരാകുന്നു. അപ്പം നിസ്കാരം ഒരാൾ അസഹ്യമായിട്ട് നിസ്കരിക്കൽ അള്ളാഹ്ക്ക് വേണ്ടിയാണല്ലോ, അല്ല അപ്പോൾ ആളെ കാണിക്കാൻ വേണ്ടി നയിക്കുന്നവരോ വേണ്ടി നിസ്കരിക്കുന്നില്ല. അയാൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുക. പക്ഷെ അതിൽ ചിലപ്പോൾ അയാൾക്ക് ചില മറ്റു ചിന്തകൾ കയറി വന്നേക്കാം. അങ്ങനെ ആളുകൾ കാണുമ്പോൾ അയാൾ നിസ്കാരം ഒന്ന് ഉഷാറാക്കുന്നു, ആളെ കാണിക്കാൻ വേണ്ടി ഒന്നും കൂടി അത് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധ കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ വന്നേക്കാം. അപ്പം ഇവിടെ അവർക്ക് വൈല്, അവർക്ക് നാശം എന്ന് അല്ലാഹു തആല പറഞ്ഞു. യഥാർത്ഥത്തിൽ നിസ്കരിച്ചാൽ നേട്ടമാണല്ലോ, പക്ഷെ ഇവിടെ നിസ്കാരക്കാർക്ക് നാശം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വഅഖ്ബറ അന്ന റിയാഅ മിൻ സിഫാത്തിൽ മുനാഫിഖീൻ. മാത്രവുമല്ല, ലോകമാന്യം ആളുകൾ കാണിക്കുക എന്നുള്ളത് കപടന്മാരുടെ ലക്ഷണമായി അല്ലാഹു തആല പരാമർശിക്കുകയും ചെയ്തു. മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. അല്ലാഹ് പറഞ്ഞു, ഇന്നൽ മുനാഫിഖീൻ യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല യുറാഊന അന്നാസ്. കപടവിശ്വാസികൾ വഇദാ ഖാമു ഇല സ്വലാ, അവർ നിസ്കാരത്തിലേക്ക് നിന്നാൽ ഖാമു കുസാല, അലസരായിക്കൊണ്ട് നിൽക്കുന്നു. യുറാഊന അന്നാസ്, ജനങ്ങളെ കാണിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ പ്രീതി അവരെ ഉദ്ദേശിക്കുന്നില്ല. അവർ ആളുകളെ കാണിക്കുക, നമ്മളൊക്കെ പള്ളി വരുന്നുണ്ട്, ഞങ്ങളൊക്കെ മോശക്കാരല്ല എന്ന് എല്ലാവരും പറയട്ടെ എന്ന ഉദ്ദേശത്തിലാണ് മുനാഫിക്കുകൾ പള്ളിയിലേക്ക് വരാറുള്ളത്.
അപ്പം മുനാഫികളുടെ ലക്ഷണമാണ്, സിഫത്താണ് റിയാ എന്നുള്ള പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. വഅൻ അബീ ഹുറൈറത മർഫൂഅൻ ഖാല ഖാല അല്ലാഹു തആല അന അഗ്ന ശുറകാഇ അനി ശിർക്കി. അല്ലാഹു തആല പറയുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അന അഗ്ന ശുറകാഇ അനി ശിർക്കി, പങ്കുകാരിൽ പങ്ക് ആവശ്യമില്ലാത്തവനാകുന്നു ഞാൻ. മൻ അമില അമലൻ അശ്റക മഈ ഫീഹി ഗൈരി തറക്തുഹു വശിർക്കഹു. വല്ലവനും വല്ല അമലും ചെയ്തു, ആ അമലിൽ എൻ്റെ കൂടെ മറ്റൊരാളെ കൂടി പങ്കു ചേർത്തു എങ്കിൽ ഞാൻ അവനെയും ഒഴിവാക്കും, അവൻ്റെ പങ്കിനെയും ഒഴിവാക്കും. എനിക്കങ്ങനെ പങ്ക് വേണ്ട എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായും അള്ളാഹുവിന്, അല്ല അള്ളാഹ്ക്കും ചെയ്യുക, ഒരു പങ്ക് അല്ലല്ലത്തോനും, അങ്ങനെ ഒരു ഷെയർ എനിക്ക് ആവശ്യമില്ല എന്ന് റബ്ബ് പറയുന്നുവെന്ന് നബിതങ്ങൾ പറഞ്ഞ ഹദീസ് റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തതാണ്. ഐ മൻ ഖസദ ബി അമലിഹി ഗൈരി, ഒരാളുടെ അമല് കൊണ്ട് എന്നെയല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ മിൻ മഖ്ലൂഖീന, മറ്റു മഖ്ലൂഖീങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തറക്തുഹു വശിർക്കഹു, അവനെയും ഞാൻ ഒഴിവാക്കും, അവൻ്റെ ആ പങ്കിനെയും നാം ഒഴിവാക്കും. വഫി റിവായത്തിൻ ഇബ്നു മാജ, ഇമാം ഇബ്നു മാജയുടെ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഫഅന മിൻഹു ബരീഉൻ വഹുവ ലില്ലദീ അശ്റക എന്നുകൂടിയുണ്ട്. അഥവാ ഫഅന മിൻഹു ബരീഉൻ, ഞാൻ അവനിൽ നിന്ന് ഒഴിവാകുന്നു. വഹുവ ലില്ലദീ അശ്റക, ആരെയാണോ പങ്കു ചേർത്തത് അത് അവനായിക്കോട്ടെ, എനിക്ക് വേണ്ടെന്ന്. എൻ്റെ കൂടെ മറ്റൊരാളെ കൂടി പങ്കു ചേർത്താൽ ആ പങ്കാളി എടുത്തോട്ടെ, എനിക്കത് വേണ്ട എന്ന് റബ്ബ് പറയും എന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. ഖാല ഇബ്നു റജബ് റഹിമഹുല്ലാഹ്, ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു, ഇഅ്ലം അന്നൽ അമല ലിഗൈരില്ലാഹി അഖ്സാമുൻ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള അമൽ എന്നത് പല ഇനങ്ങളാണ്, എല്ലാം ഒരുപോലെയല്ല. റബ്ബല്ലാത്തവർക്ക് വേണ്ടിയുള്ള അമൽ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങളാണ്. ഫതാറതൻ യകൂനു റിയാഅൻ മഹ്ദൻ, ചിലപ്പോൾ പരിപൂർണമായ റിയാ ആയിരിക്കും, വേറെ ഒരു ഉദ്ദേശവുമില്ല, ആളുകൾക്ക് വേണ്ടി മാത്രം ആ കർമ്മം ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ ചെയ്യൂല, ആൾ കാണാനില്ലെങ്കിൽ അവൻ ചെയ്യൂല, ആളുകൾക്ക് വേണ്ടി മാത്രം ചെയ്യാണ്. കഹാദിൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ അവസ്ഥ പോലെ. കമാ ഖാല തആല വഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല യുറാഊന അന്നാസ് എന്നല്ല പറഞ്ഞ പോലെ പറ്റി. അതാണ് ഒന്ന്. വഹാദൽ റിയാഉൽ മഹ്ളു, ഇങ്ങനെയുള്ള തനിച്ച റിയാ, പരിപൂർണമായ റിയാ ലാ യകാദു യസ്തുറു മിൻ മുഅ്മിനിൻ, ഒരു മുഅ്മിനിൽ നിന്ന് ഉണ്ടാവില്ല. എവിടെ? ഫീ ഫർളി സ്വലാത്തി വസ്സിയാം, ഫർളായ നിസ്കാരത്തിലോ ഫർളായ നോമ്പിലോ ഒന്നും ഒരു മുഅ്മിനിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവില്ല. അവൻ എന്തായാലും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യും, ചിലപ്പോൾ അതിൽ കൂടെ മറ്റു ചില ഉദ്ദേശങ്ങൾ കയറി വന്നേക്കാം. എന്നാൽ അള്ളാഹിൻ്റെ ഉദ്ദേശമേ ഇല്ലാതെ അല്ലാത്തതിനു വേണ്ടി ചെയ്യാന്നുള്ള ഒരു മുഅ്മിൻ ആ പണി ചെയ്യൂല. എന്നാൽ വഖദ് യസ്തുറു, ചിലപ്പോൾ അത് മുഅ്മിന് ഉണ്ടാകും. ഫി സ്വദഖതി, സ്വദഖയിൽ ഉണ്ടായേക്കാം, നിസ്കാരത്തിൽ നോമ്പിൽ ഉണ്ടാവില്ല, എന്നാൽ സ്വദഖയിൽ അത് ഉണ്ടായേക്കാം. അബിൽ ഹജ്ജിൽ വാജിബി, അല്ലെങ്കിൽ വാജിബായ ഹജ്ജിലുണ്ടായേക്കാം. ഔ ഗൈരിഹിമാ മിൻ അഅ്മാലിൽ ളാഹിറ, പ്രത്യക്ഷമായ അമലുകളിൽ ഒരു പക്ഷെ വന്നേക്കാം. അബില്ലത്തി യതഅദ്ദാ നഫ്ഉഹാ, മറ്റുള്ളവർക്ക് കൂടി ഉപകാരം ലഭിക്കുന്ന അമലുകളിലും അത് വന്നേക്കാം. ഇപ്പോൾ സ്വതക്ക കൊടുക്കുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്, പക്ഷെ വേറൊരാൾക്ക് ഉപകാരം ഉണ്ടല്ലോ, വാങ്ങുന്ന ആൾക്ക് ഇതൊരു ഉപകാരമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഓൻ്റെ അടുത്തൊരു നല്ല ആളാകാൻ വേണ്ടി കൊടുത്തേക്കാം. സ്വതക്ക അള്ളാഹ്ക്ക് വേണ്ടി ആണെങ്കിലും ചില മുഅ്മിനീങ്ങളും ഒരു പക്ഷെ ചെയ്യും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൊടുക്കാതൊക്കെ, ഇന്നാൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാതൊക്കെ, അയാൾ ആ സദസ്സെന്ന് ഇപ്പം ഈ ഇതൊക്കെ ഉണ്ടാവും, ഏതെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ഒരാഴ്ച രണ്ട് പറയുമ്പോൾ എന്നാൽ ഞാൻ മോശം പറ്റില്ലല്ലോ, അപ്പം നമ്മളും പറയുന്നേ. ഇത്തരം അമലുകളിൽ അത് വന്നേക്കാം. ഹജ്ജ് എല്ലാവരും ഇങ്ങനെ ആജി അറിയുമ്പോൾ നമുക്കൊരു പൂർത്തികേട്, നമ്മളിപ്പോൾ ആജി അറിയാൻ പറ്റുന്നല്ലോ, എന്നാൽ ഹജ്ജിന് പോകാനേ ഒരു 5-6 വർഷം പോയാലും വേണ്ടില്ല, എന്നാലും പോയി വന്നേക്ക് പിന്നെ എല്ലാ പേരും മാറ്റും. ഹാജിനൊക്കെ ആണെങ്കിൽ ബേഗമിലൊക്കെ വലുതാക്കി ഹാജിലൊക്കെ എഴുതിയിട്ട് ഇതിലൊക്കെ തെറ്റാന്നല്ല പറഞ്ഞത്. ആ ഉദ്ദേശത്തിൽ പോണ ആളാണെങ്കിൽ അത് സംഭവിച്ചേക്കാം. അപ്പം അത് മുനാഫിഖ് മാത്രമല്ല, ഓ മുഅ്മിനാണ്, അത് മുനാഫിഖൊന്നല്ല. പക്ഷേ ഇത്തരം ചില അമലുകളിൽ ഇങ്ങനെ വരാൻ സാധ്യത കൂടുതലാണ്. നിസ്കാരത്തിൽ നോമ്പിലും വരുന്നതിനേക്കാളേറെ പ്രത്യക്ഷമായ ഇത്തരം കർമ്മങ്ങളിൽ, മറ്റുള്ളവർക്ക് കൂടി ഉപകാരം ലഭിക്കുന്ന കർമ്മങ്ങളിൽ ഒക്കെ ആ ചിന്ത വന്നേക്കാം. ഫഇന്നൽ ഇഖ്ലാസ ഫീഹാ അസീസ്, അതിലൊക്കെ ഇഖ്ലാസ് എന്നുള്ളത് ഏറെ പ്രയാസമുള്ള കാര്യമാകുന്നു.
ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇത്തരം കർമ്മങ്ങളിൽ ഇഖ്ലാസ് എന്നുള്ളത് ഏറെ പ്രയാസമാവും. ചില സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവും. ആളുകളൊക്കെ ഭയങ്കര ഉഷാറായിട്ട് നല്ല സംഭവമായി എന്ന് പറയുമ്പോൾ പിന്നെ അത് പറയാൻ പുറത്തേക്കാണ്. ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ എന്താ കമൻറ്റിലൊക്കെ നോക്കുക ആരൊക്കെ എന്തൊക്കെ ഇട്ടങ്ങട്. അപ്പോൾ ആരും നല്ലൊന്നും എന്താ ഇതായി. ഇതൊക്കെ മാനുഷികമാണ്. ഇങ്ങനെയൊക്കെ പ്രത്യക്ഷമായ കർമ്മങ്ങളിൽ, മറ്റുള്ളവർക്ക് കൂടി ഉപകാരം ലഭിക്കുന്ന കർമ്മങ്ങളിൽ ഒക്കെ ഇങ്ങനെ നിയ്യത്ത് മാറൽ സംഭവിച്ചേക്കാം മുഅ്മിനിൽ നിന്ന് തന്നെ. വഹാദൽ അമലു, ഇത്തരം അമലുകൾ ലാ യശുക്കു മുസ്ലിമുൻ, ഒരു മുസ്ലിം സംശയിക്കുകയില്ല അന്നഹു ഹാബിത്തുൻ, ആ അമല് ബാത്തിലാണ്, ഇതിന് സംശയമൊന്നുമില്ല. ആളുകൾക്ക് വേണ്ടി മാത്രമാണ് അവൻ ചെയ്യുന്നത് എങ്കിൽ അത് ബാത്തിലാണെന്ന കാര്യത്തിൽ മുസ്ലിമിന് സംശയം ഉണ്ടാവില്ല. അയാൾക്ക് പടച്ച റബ്ബിൻ്റെ കോപവും ശിക്ഷക്കുമാണ് അർഹതയുണ്ടാവുക. അവിടെ കൂലിയല്ല കിട്ടുക. അവിടെ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണ പണി മറ്റുള്ളവർക്ക് വേണ്ടി അവൻ ചെയ്തു, അതിലൂടെ ശിക്ഷയും അതേപോലെ കോപവുമാണ് അതുവഴി അവൻ ലഭിക്കുക. ഇനി അതൊന്ന് ഒത്താടത്തിനേക്കും അമലില്ല. ഇനി മറ്റു ചിലപ്പോൾ അമൽ അള്ളാഹ്ക്ക് തന്നെ ആയിരിക്കും, പക്ഷെ വയുഷാരിക്കുഹു അരിയാ, അതിൽ റിയാ കൂടി കടന്നു വരും, പങ്കുചേരും. അവൻ ചെയ്ത അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ്, പക്ഷെ ചിലപ്പോൾ ചില സ്വാർത്ഥമായ താല്പര്യങ്ങളൊക്കെ അതിൽ വന്നേക്കാം. അസ്ലിൽ തന്നെ അതുണ്ടെങ്കിൽ ആ അമലിലേക്ക് അവൻ തിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഈ ഉദ്ദേശമാണ്. തുടങ്ങുമ്പോൾ തന്നെ ഉദ്ദേശം എന്താണ്? പേര് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നു, അതോടൊപ്പം ഓന് ദുന്യവിയ നേട്ടമാണ് ഉദ്ദേശമെങ്കിൽ അത് ബാത്തിലാണ് എന്നാണ് സ്വഹീഹായ ഹദീസുകളുമായ നമ്മെ പഠിപ്പിക്കുക. ആ അമലിൻ്റെ തുടക്കം മുതൽ തന്നെ ഓന് ഈ ഉദ്ദേശം കൂടി ഉണ്ട്, എന്നാൽ അത് കൂലി കിട്ടൂല, ബാത്തിലാണ്. അമലില്ല, എന്നാൽ അമൽ അള്ളാഹുവിനാണ്. റിയാ എന്ന ഉദ്ദേശം പിന്നീട് വന്നു ചേർന്നു. ഇവിടെ അസ്ലിയായിട്ട് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തു, ആത്മാർത്ഥമായി പണിയെടുത്തു. ചിലപ്പോൾ ആരെയും ഒരാൾ ഒരു പ്രശംസിച്ചു, അപ്പോഴും തോന്നി തരക്കേടില്ല, ഇതൊക്കെ ഏതായാലും പോലൊക്കെ അറിഞ്ഞല്ലോ, ഒരു സന്തോഷമൊക്കെ ഉണ്ടായി, അങ്ങനെ വന്നേക്കാം. ഫൈൻകാന ഖാത്തിറൻ, അതിങ്ങനെ മനസ്സിൽ ഒരു തോന്നൽ മാത്രമായി വന്നതാണ്. അത് ഒഴിവാക്കുകയും ചെയ്തു. ആ തോന്നൽ വന്നു, പക്ഷേ തിരിച്ചറിഞ്ഞു, അതുപോലെ അതിന് സ്വാധീനമൊന്നും പിന്നെ ഉണ്ടായില്ല എങ്കിൽ ഫലായതുറുഹു, അതുപോലെ പ്രയാസമൊന്നും ചെയ്യുകയില്ല, ഒരു അമലിനെ ബാധിക്കുന്നില്ല. കാരണം അമൽ ചെയ്ത അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ഈ പറഞ്ഞമാതിരി മാനുഷികമായി ചിലപ്പോൾ ഒരാൾ കണ്ടു, ഒരാൾ കേട്ടു, അവിടെ പേപ്പറിൽ ഫോട്ടോ വന്നു, അപ്പോൾ ഒരു സ്വാഭാവികത്തൊരു സന്തോഷമോ അതിമെന്തെങ്കിലും വന്നു, പക്ഷെ അതിന് പിന്നാലെ പോയില്ല, അതുപോലെ ഒഴിവാക്കി. നമ്മൾ അതിന് വേണ്ടി ചെയ്തിട്ടില്ലല്ലോ, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതല്ലേ എന്നൊക്കെ അത് വിട്ടും ചെയ്തു എങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഖിലാഫില്ല. അങ്ങനെയാണെങ്കിൽ ആ അമലിന് പ്രശ്നമില്ല എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ അത് അതിൻ്റെ കൂടെ തന്നെ എങ്ങനെ മുന്നോട്ട് പോയാലോ, നെയ്യത്ത് മാറി, പിന്നെ ഓന് ആ മാറി നെയ്യത്തിന് കൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിലോ ഫഹൽ യഹ്ബിതു അമലുഹു ഔലാ, ആ അമൽ ബാത്തിലാകുമോ ഇല്ലേ? ഫയുജാസ അലാ അസ്ലി നിയത്തിഹി, ഒരു അസ്ൽ നിയത്തിന് കൂലി കിട്ടുമോ ഇല്ലേ? അസ്ൽ നിയത്ത് എന്താണ്? അല്ലാഹു തആലയ്ക്ക് വേണ്ടിയാണ്. പിന്നെ നിയത്ത് മാറിയതിനു ശേഷം പിന്നെ ഫുള്ള് ഓന് ശരിയായ നിയത്തില്ല, ഇത് രണ്ടും കൂടി നിയത്താണ് പിന്നുള്ളത് എങ്കിൽ അസ്ൽ നിയത്ത് പരിഗണിച്ചുകൊണ്ട് ഓന് പ്രതിഫലം കിട്ടുമോ? അതല്ല, തീരെ കിട്ടുകയില്ലേ. ഫീ ദാലിക ഇഖ്തിലാഫുൻ, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബൈനൽ ഉലമാഇ മിനസ് സലഫ്, മുൻഗാമികളായ ഉലമാഇനിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖദ് ഹക്കാഹുൽ ഇമാം അഹ്മദ് വഇബ്നു ജരീർ, ഇമാം അഹ്മദും ഇമാം ഇബ്നു ജരീർ ത്വബരിയും ആ ഖിലാഫുകളെ ഉദ്ധരിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ വന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വറജ്ജഹ, അവർ രണ്ടുപേരും തർജീഹാക്കിയത്, പ്രാമുഖ്യം നൽകിയത് അന്ന അമലുഹു ലാ യബ്തുലു ബിദാലിക, ഇതുകൊണ്ട് തന്നെ അമൽ ബാത്തിലാവുക ഇല്ല എന്നാണ്. കാരണം അസ്ൽ നിയത്ത് ശരിയാണല്ലോ, അതുകൊണ്ട് അമൽ ബാത്തിലാവില്ല. എന്നാൽ വഅന്നഹു യുജാസാ ബിനിയ്യതിഹി അൽ-ഊലാ, അവന് ഒന്നാമത്തെ നിയ്യത്ത് പരിഗണിച്ചുകൊണ്ട് പ്രതിഫലം കിട്ടുകയും ചെയ്യും എന്നാണ് ഇമാം അഹ്മദും ഇമാം ത്വബരിയും പ്രബലമായി പറഞ്ഞ അഭിപ്രായം. വഹുവ മർവിയുൻ അൻ ഹസനി വഗൈരിഹി,
ഹസൻ ബസ്രിയിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും ഈ അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇൻതഹ ഇബ്നു റജബ് പറഞ്ഞ വാക്ക് ഇപ്പം മേലെ പറഞ്ഞ കാല ഇബ്നു റജബ് അവിടെ മുതൽ ഇതുവരെ ഇബ്നു റജബിൻ്റെ വാക്കുകളാണ്. ഫഹാഫിളു അലാ അഅ്മാലിക്കും, ഇത് നമ്മൾ ഗ്രന്ഥകർത്താവ് പറയാണ്. അതിനാൽ ഫഹാഫിളു, നിങ്ങൾ കാത്തു സൂക്ഷിക്കുവീൻ, അലാ അഅ്മാലിക്കും, നിങ്ങൾ അമലുകളെ കാത്തു സൂക്ഷിക്കുവീൻ, മിന ശിർക്കി, ശിർക്കിൽ നിന്ന്, അഅ്ളമ മിമ്മാ തതഹഫ്ഫളൂന അലാ അൻഫുസിക്കും മിൻ അഅ്ദാഇക്കും, നിങ്ങൾ സ്വന്തം കാര്യത്തിൽ ശത്രുക്കളിൽ നിന്ന് എങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുമോ അതിനേക്കാളേറെ നിങ്ങൾ അമലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. വഅഅ്ളമ മിമ്മാ തതഹഫ്ഫളൂന അലാ അംവാലിക്കും മിന സുറാഖി, സമ്പത്ത് മോട്ടാക്കളിൽ നിന്ന് എങ്ങനെ നിങ്ങൾ സൂക്ഷിക്കുമോ, രാത്രി നമ്മൾ ഗേറ്റ് അടക്കുന്നു, അതേപോലെ വാതിലടക്കുന്നു, കുത്തിയിട്ടിട്ട് പിന്നെ ഒന്നുകൂടി വന്ന് നോക്കും, കുത്തിയിട്ട് ശരിയാക്കണോ എന്നൊക്കെ നോക്കും. കാരണം എന്താണ്, ചില പ്രയാസങ്ങൾ വന്നേക്കാം. ഇങ്ങനെ സമ്പത്തിൻ്റെ കാര്യത്തിലും സ്വന്തത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ശ്രദ്ധ കാണിക്കുന്നതിനേക്കാൾ ഏറെ ശ്രദ്ധ അമലിൻ്റെ കാര്യത്തിൽ കാണിക്കണേ. ഫഇന്ന ഖത്റ ശിർക്കി അളീം, കാരണം ശിർക്കിൻ്റെ അപകടം വമ്പിച്ചതാകും. നമ്മൾ വിചാരിക്കണ പോലെ അല്ല. അപ്പോൾ ചിലപ്പോൾ അമൽ അല്ലാഹ്ക്ക് വേണ്ടി ആയിരിക്കാം, ഇങ്ങനത്തെ പല കാരണങ്ങളാൽ അതൊക്കെ കണക്കിൽപ്പെടുത്താൻ പറ്റാതെ പോയേക്കാം. റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതിപ്പോൾ ആരും മുക്തരല്ല, എല്ലാവർക്കും സ്വാഭാവികമായി വന്നു പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതാണ് ഒന്ന് റിയാ പറഞ്ഞത്, അശ്ശിർക്ക് ഫി നിയ്യാത്തി വൽ മഖാസിദ്, നിയ്യത്തിൽ മഖ്സദ് ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വരുന്ന ശിർക്കുകൾ. ഇനി മറ്റൊരു ഭാഗം ബാ ഇറാത്തുൽ ഇൻസാനി ബിഅമലിഹി അദ്ദുനിയാ, അമല് കൊണ്ട് ദുന്യാവിനെ ഉദ്ദേശിക്കുക. മറ്റൊരു അസ്ൽ ഉദ്ദേശം അല്ലാഹ്ക്കാണ്, അത് നിയ്യത്ത് മാറിയതാണ്. ഇപ്പം പറഞ്ഞെന്താണ്, അയാൾ അമൽ ചെയ്യുന്നത് തന്നെ ദുന്യാവിന് വേണ്ടിയാണ്. അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ദീന് പഠിക്കുന്നു എന്തിന്, സ്കൂളിൽ ജോലി കിട്ടാൻ വേണ്ടി. ഉദാഹരണം പറഞ്ഞാൽ ഒരു PSC ഉണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ പോസ്റ്റ് ഉണ്ട്, അപ്പോൾ ഒരു ദീന് ഒരു 5 കൊല്ലം പഠിച്ചവൻ അവിടെ കയറാൻ പറ്റും. ഒരുപാട് ഉദ്ദേശമൊന്നുമില്ല, നേരെ ആ കോഴ്സിൽ പോയി തന്നെ ഇവിടെ കയറാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഖുർആൻ ഹിഫ്ളാക്കുന്ന എന്തിന്, ഹാഫിളാ പള്ളിക്ക് ഇമാം വെക്കാം, അപ്പോൾ ഒരു ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിന് ഹാഫിളാകണം തന്നെ ഒരമല കൊണ്ട് ഉദ്ദേശം തന്നെ ദുന്യാവാണ്. ഇതാണ് രണ്ടാമത്തെ ഭാഗം. ഇറാത്തുൽ ഇൻസാനി ബിഅമലിഹി അദ്ദുനിയാ നൗഉൻ മിൻ അൻവാഇ ശിർക്കി ഫി നിയ്യതി വൽ ഖസ്ദ്. ഇപ്പറഞ്ഞ ഉദ്ദേശ ലക്ഷ്യങ്ങളിലെ ശിർക്ക് എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു ഇനമാണ് അമല് കൊണ്ട് ദുന്യാവിനെ ലക്ഷ്യമാക്കുക എന്നത്. ഖദ് ഹദ്ദറല്ലാഹു മിൻഹു ഫി കിതാബിഹി, അല്ലാഹു തആലയുടെ കിതാബിൽ ആ വിഷയത്തിൽ താക്കീത് ചെയ്തിട്ടുണ്ട്. വഹദ്ദറ മിൻഹു റസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും ഈ വിഷയത്തിൽ താക്കീത് ചെയ്തിട്ടുണ്ട്. ഫി സുന്നത്തിഹി, നബി തങ്ങളുടെ സുന്നത്തിൽ. അപ്പോൾ ഖുർആനും സുന്നത്തിനും താക്കീത് ചെയ്യപ്പെട്ട കാര്യമാണത്. വഹുവ അൻ യുരീദൽ ഇൻസാനു ബിൽ അമലി അല്ലദി യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹി തമഅൻ മിൻ മതാമിഇ ദുനിയ, അല്ലാഹുവിൻ്റെ വജ്ഹ് കാംക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെ കൊണ്ട് ദുന്യവിയായ നേട്ടങ്ങളെ ലക്ഷ്യമാക്കുക. അതാണ് അസ്ലി. ആ അമൽ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ അമല് ദുന്യാവിന് വേണ്ടി അയാൾ ചെയ്യുന്നു എങ്കിൽ അത് വലിയ ജാഗ്രത പാലിക്കേണ്ട കാര്യമാണ്. വഹാദാ ശിർക്കുൻ, അത് ശിർക്കാണ്. യുനാഫി കമാല തൗഹീദ്, തൗഹീദിൻ്റെ പൂർണ്ണതയ്ക്ക് എതിരാണ്. വയഹ്ബിത്തുൽ അമല, ആ അമലിനെ ബാത്തിലാക്കുകയും ചെയ്യും. ഖാല അല്ലാഹു തബാറക വതആല മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹാ, വല്ലവൻ്റെയും ഉദ്ദേശം ഐഹിക ജീവിതവും അത് അലങ്കാരങ്ങളുമാണെങ്കിൽ യുവഫി ഇലൈഹിം അഅ്മാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ, ദുനിയാവിൽ നാം അവർക്കത് പൂർത്തിയാക്കി കൊടുക്കും, അതിൽ കമ്മിയൊന്നും ഉണ്ടാവുകയില്ല. ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, അത്തരം ആളുകൾക്ക് പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നുമില്ല. വഹബിത മാ സനഉ ഫീഹാ, അവർ ദുനിയാവിൽ ചെയ്തതെല്ലാം ബാത്തിലായിപ്പോയി. വബാത്തിലും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതെല്ലാം നിരർത്ഥകമാവുകയും ചെയ്യുന്നു. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല താക്കീത് ചെയ്യുന്നു. വമഅനൽ ആയത്തൈനിൽ കരീമത്തൈനി, ഈ രണ്ട് ആയത്തുകളുടെ ആശയം അന്നല്ലാഹു സുബ്ഹാനഹു യുഖ്ബിറു അന്ന മൻ ഖസദ ബിഅമലിഹി അൽ ഹുസൂൽ അലാ മതാമിഇ ദുനിയ ഫഖത്ത്, അമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐഹികമായ നേട്ടങ്ങൾ മാത്രമാണ് എങ്കിൽ ഫഇന്നല്ലാഹ യുവഫിർ ലഹു സവാബ അമലിഹി ഫിദ് ദുനിയ, ഒരു അമലിൻ്റെ പ്രതിഫലം അല്ലാഹു ദുനിയാവിൽ തന്നെ കൊടുക്കും. ബിസ്സിഹത്തി വസ്സുറൂർ, ആരോഗ്യമായിട്ടോ സന്തോഷമായിട്ടോ ഒക്കെ ദുനിയാവ് കൊടുക്കും. ബിൽ മാലി വൽ അഹ്ലി വൽ വലദ്, ചിലപ്പോൾ സമ്പത്തുണ്ടാകും,
സന്താനങ്ങളുണ്ടാവും, കുടുംബം നന്നാവും, അവരൊക്കെ എല്ലാം കൊണ്ട് ഭയങ്കര റാഹത്തെന്ന് അറിയും. ആ റാഹത്ത് എന്താണ്? പരലോകത്ത് ഒന്നുമില്ല, അവിടെ അള്ളാഹു ഇവിടെയാണ് കൊടുത്തതാണ്. വഹാദ മുഖയ്യദുൻ ബിൽ മശീഅ, അതാവട്ടെ അള്ളാഹുവിൻ്റെ മശീഅത്ത് കൊണ്ട് കൈത് വെക്കപ്പെട്ടാണ്. എല്ലാവർക്കും കിട്ടുന്നല്ല, അള്ളാഹ് ഉദ്ദേശിച്ചവന്, അള്ളാഹ് ഉദ്ദേശിച്ചവർക്കല്ല കൊടുക്കും. കമാ ഫി ഖൗലിഹി തആല ഫിൽ ആയത്തിൽ ഉഖ്റ, മറ്റൊരായത്തിൽ അള്ളാഹ് പറഞ്ഞു അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദു, നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്നത് ദുനിയാവിൽ തന്നെ കൊടുക്കും എന്ന് അള്ളാഹ് പറഞ്ഞു. അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണ അമലാണ് അവൻ ചെയ്തത് ദുനിയാവിന് വേണ്ടി മാത്രമാണ് എങ്കിൽ റബ്ബ് ഉദ്ദേശിക്കുന്നത് എന്താണോ അത് ദുനിയാവിന് അള്ളാഹ് അവനോട് കൊടുക്കും. ആഖിറത്തെത്തുമ്പോഴോ ഓനൊന്നുമില്ല, കാരണം ആഖിറവന് ഉദ്ദേശിച്ചിട്ടില്ല, ഈ അമല് കൊണ്ട് അവൻ ആഖിറം ഉദ്ദേശിച്ചിട്ടില്ല, അവൻ അവിടെ ഉണ്ടാവുകയുമില്ല. വഹാഉലാഇ, അക്കൂട്ടർ ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, പരലോകത്തവർക്ക് നരകം മാത്രമേ ഉള്ളൂ. ലഅന്നഹും ലം യഅമലു മാ യുഖ്ലിസുഹും മിൻഹാ, കാരണം നരകത്തെ രക്ഷപ്പെടുത്താവുന്ന ഒരു അമലവും ചെയ്തിട്ടില്ല. വകാന അമലുഹും ഫിൽ ആഖിറതി ബാത്തിലൻ ലാ സവാബ ലഹ്, പരലോകത്തെത്തുമ്പോൾ ഈ അമലൊക്കെ ബാത്തിലാണ്, അതിന് പ്രതിഫലമൊന്നുമില്ല. ലഅന്നഹും ലം യുരീദുഹ, അവരത് ഉദ്ദേശിച്ചിട്ടില്ല. ഖാല ഖതാദ, താബിഇയായ ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറയുന്നു യഖൂലു തആല മൻ കാനത് ദുനിയാ ഹമ്മുഹു വതലബതുഹു വനിയതുഹു, ഒരാളുടെ ഉദ്ദേശവും താല്പര്യവും ലക്ഷ്യവുമൊക്കെ ദുനിയാവാണ് എങ്കിൽ ജാസാഹുല്ലാഹു ബിഹസനാതിഹി ഫിദ്ദുനിയാ, അവന്റെ ഹസനാത്തിന് അല്ലാഹു തആല ദുനിയാവിൽ പ്രത്യുപകാരമായി വല്ലതും നൽകും. സുമ്മ യുഫ്ദി ഇലൽ ആഖിറ, എന്നിട്ട് അവൻ പരലോകത്തേക്ക് ചെല്ലും. വലൈസ ലഹു ഹസനത്തുൻ യുഅതാ ബിഹാ ജസാഅൻ, അവിടെ പ്രതിഫലം നൽകപ്പെടാവുന്ന ഒരു ഹസനത്തും അവനുണ്ടാവുകയില്ല. വഅമ്മൽ മുഅ്മിൻ, എന്നാൽ സത്യവിശ്വാസിയാണെങ്കിലോ ഫയുജാസാ ബിഹസനാതിഹി ഫിദ്ദുനിയാ വയുസാബു അലൈഹാ ഫിൽ ആഖിറ, ഹസനാത്തിന് ഒരു പക്ഷേ അല്ലാഹു ദുനിയാവിൽ തന്നെ അവന് കൊടുത്തേക്കാം, ആഖിറത്തിന് കൂലിയും കിട്ടുകയും ചെയ്യും. ഓരോ ഉദ്ദേശം പരലോകമാണ്. പരലോകം ഉദ്ദേശിച്ചോന് ദുനിയാവ് നഷ്ടപ്പെടുന്നില്ല, ദുനിയാവ് ഉദ്ദേശിച്ചവനോ അല്ലാഹു വിചാരിച്ച ദുനിയാവ് കൊടുക്കും, ആഖിറം ഒട്ട് കിട്ടുകയുമില്ല. ഖാല ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നു ദുക്ര അനി സലഫി ഫീ മഅനിൽ ആയത്തി, ഈ ആയത്തിൻ്റെ ആശയത്തിൽ മുൻഗാമികളിൽ നിന്ന് പറയപ്പെട്ടിരിക്കുന്നു അൻവാഉൻ മിമ്മാ യഫ്അലുഹു അന്നാസു അൽ യൗമ വലാ യഅരിഫൂന മഅനാഹു, ഇന്നത്തെ കാലത്ത് ആളുകൾ ചെയ്യുന്ന വ്യത്യസ്ത ഇനങ്ങൾ, എന്നാൽ ആളുകൾക്കൊട്ട് അതിൻ്റെ ആശയം അറിയുകയുമില്ല. അങ്ങനെയുള്ള പല ഇനങ്ങൾ ഈ ആയത്തടിസ്ഥാനമാക്കി മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. ആളുകളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെയ്തു പോകുന്ന ഒരുപാട് സംഗതികൾ അവർക്കൊന്നും അറിയില്ല, ഇതിങ്ങനെ വലിയ അപകടമുള്ള കാര്യമാണെന്ന് അറിയുകയുമില്ല. അത്തരം ഒരുപാട് വിഷയങ്ങൾ മുൻഗാമികൾ ഈ ആയത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നു. ഫമിൻദാലിക, അതിൽപ്പെട്ടതാണ് ഏതിൽ മുൻഗാമികൾ അങ്ങനെ ഈ ആയത്തടിസ്ഥാനത്തിൽ പറഞ്ഞതിൽപ്പെട്ടതാണ് അൽ അമലു സ്വാലിഹു അല്ലദീ യഫ്അലുഹു കസീറുൻ മിനൻ നാസ്, ആളുകൾ ചെയ്യുന്ന സ്വാലിഹായ അമൽ ഇബ്തിഗാ വജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നു. മിൻ സദഖത്തിൻ വസ്വലാത്തിൻ വസിലത്തിൻ വഇഹ്സാൻ ഇലൻ നാസി വതർക്കിൽ ദുൽമി വനഹ്വി ദാലിക, നിസ്കാരം, ദാനധർമ്മങ്ങൾ, നന്മകൾ ചെയ്യൽ, കുടുംബബന്ധം ചേർക്കൽ, അതേപോലെ ദുൽമ് വേണ്ടെന്ന് വെക്കൽ, സമാനമായ പലതും ആളുകൾ ഇന്ന് ചെയ്യുന്നുണ്ട്. മിമ്മാ യഫ്അലു ഇൻസാനു അയത്രുകു ഖാലിസൻ ലില്ലാഹ്, അല്ലാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ടതാണ് ഇതൊക്കെ, അത്തരം കാര്യങ്ങൾ. ലാകിന്നഹു ലാ യുരീദു സവാബഹു ഫിൽ ആഖിറ, പരലോകത്തിലെ പ്രതിഫലം ഉദ്ദേശിക്കുന്നില്ല, അതിൽപ്പെട്ടതാണ്. കുടുംബം ചേർക്കുക, അമ്മായിനെ കാണാൻ പോകുക, എളാപ്പാനെ കാണാൻ പോകുക, എന്തിനാ പോണത്? പോയിട്ട് കുറേ ആയി, സുഖമില്ല, ഇപ്പോൾ ചെല്ലാൻ ഞാൻ പറ്റി ചെല്ലുമ്പോൾ ചോദിക്കും എന്തോടാ അജ്ജ എത്ര കാലം വന്നിട്ട് ഒന്ന് പോയി നോക്കുക. അവിടെ ഒരു കൂലിട്ട എന്നുള്ള ഉദ്ദേശം പലപ്പോഴും അവന് ഉണ്ടാകലില്ല. കുടുംബം ചേർക്ക് വലിയ കൂലിട്ടുന്ന കാര്യമാണല്ലോ, അങ്ങനെ ഒരു നന്മയാണ്, പുണ്യമാണ്, പരലോകത്ത് കൂലിട്ടുന്ന കാര്യമാണ്, ആ ഉദ്ദേശത്തിൽ പോകില്ല. രോഗിയെ കാണാൻ പോകും, രോഗിയെ സന്ദർശിക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്, പക്ഷെ അതിനു വേണ്ടി പോകലുണ്ടോ? ഇല്ല. ഒരാഴ്ച സുഖമില്ലായിട്ട് എല്ലാവരും പോയി, ഞാൻ പിന്നെ എത്തിയിട്ടില്ല, എന്താ ഇപ്പം കാട്ടുക? അപ്പം ചെല്ലുമ്പോൾ വേറെ ഇതൊന്നും ഉണ്ടാവില്ല. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ വിളിച്ചു വിട്ടോ, അന്വേഷിച്ചു വിട്ടോ, മോനോട് ചോദിച്ചു വിട്ടോ, മറ്റോട് എന്തിനാണ്? നമ്മളവിടെ മിസ്സായിട്ടില്ല എന്ന് അയാളൊന്ന് ബോധ്യപ്പെടുത്തണം. അതിനു വേണ്ടി മരിച്ചോടത്തല്ല, എന്തിനാ നിസ്കരിച്ചാതെയും കൂടി പോരും, ഇപ്പം നിസ്കരിക്കും കൂടില്ല. അപ്പം എന്തായാലും ബാക്കിയുള്ളവരെ കണ്ട് നമ്മളും വന്നു, ചെല്ലാൻ ഞാൻ മോശമാണ്, നമ്മൾ മരിച്ചപ്പോഴൊക്കെ പോലെ എല്ലാവരും വന്നാണ്, നമ്മൾ ചെല്ലാൻ ഞാൻ മോശമാണ്, ഇതൊക്കെ ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യേണ്ടതാണ് ഇതൊക്കെ.
പക്ഷെ ഇവൻ ചെയ്യുന്നു, പക്ഷേ പരലോകമെന്ന ഒരു ഉദ്ദേശമേ ഉണ്ടാവില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഇന്നമാ യുരീദു അവൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശം അതുകൊണ്ടൊക്കെ സമ്പത്തിലോ കുടുംബത്തിലോ മക്കളിലോ ഒക്കെ ഉണ്ടാകുന്ന ചില സുരക്ഷകൾ, ചില സംരക്ഷണങ്ങൾ, അതൊക്കെ ഒന്നുകൂടെ ഉദ്ദേശിക്കാം. ഇദാമത്തിൻ നിഅമത്തി അലൈഹിം, അതിന് നിഅമത്ത് ഏറെ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്താലേ പഠിച്ചോ നമുക്കും തരുള്ളൂ. ഓനെ സഹായിച്ചെങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളെയും അല്ല സഹായിക്കുള്ളൂ. അപ്പോൾ ഓരോ ഉദ്ദേശം എന്താണ്? ദുന്യാവിൽ അല്ലാൻ്റെ സഹായം കിട്ടലാണ്. ഇങ്ങനെയും ചെയ്യും ആളുകൾ. വലാ ഹിമ്മത ലഹു ഫീ തലബിൽ ജന്ന, സ്വർഗം തേടുക എന്ന ഒരു ഉദ്ദേശമേ അവനില്ല. വൽ ഹറബ മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക അതില്ല. ഫഹാദാ യുഅ്ത സവാബു അമലിഹി ഫിദ്ദുനിയാ, അവൻ്റെ ഈ അമലിൻ്റെ പ്രതിഫലം ദുനിയാവിൽ നൽകപ്പെടും. വലൈസ ലഹു ഫിൽ ആഖിറതി നസീബ്, പരലോകത്ത് അവന് ഇതിൻ്റെ പേരിൽ ഒരു വിഹിതവും ഉണ്ടാവുകയില്ല. വഹാദ നൗഉ ദക്കറഹു ഇബ്നു അബ്ബാസ്, ഇത് ഈ ആയത്തിൽ പെടുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞിരിക്കുന്നു. അന്നഉ സാനി, രണ്ടാമതൊരു ഇനം, വഹുവ അക്ബറു മിനൽ അവ്വലി വഅഖ്വഫ്, ഈ പറഞ്ഞ ഒന്നാമത്തിനേക്കാളും വലിയതും അതിനേക്കാൾ ഭീതി നിറഞ്ഞതുമാണ് രണ്ടാമത്തേത്. വഹുലി ദക്കറഹു മുജാഹിദുൻ ഫിൽ ആയ, ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ്, ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യൻ താബിഇയായ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞതാണ് അന്നഹ ഉൻസത് ഫീഹി, അദ്ദേഹം പറഞ്ഞ ഈ കാര്യത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയതാണ്, പറയാൻ പോകുന്ന വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. വഹുവ, അതെന്താ? അയ്യഅമല അഅ്മാലൻ സ്വാലിഹ, സ്വാലിഹ അമലുകൾ ചെയ്യുന്നു, റിയാ അന്നാസ്, ആളുകളെ കാണിക്കാൻ വേണ്ടി, വലാ ലാ ത്വലബ സവാബിൽ ആഖിറ, പരലോകത്തിലെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടേ അല്ല. അത്തരം ആളുകളെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു. അന്നഉ സാലിസ്, മൂന്നാമതൊരു ഇനം, അയ്യഅമല അഅ്മാലൻ സ്വാലിഹ, സ്വാലിഹ അമൽ ചെയ്യുന്നു, യഖ്സുദു ബിഹാ മാലൻ, ഒരു ഉദ്ദേശം എന്താണ്? അതുവഴി കുറച്ച് പൈസ ഉണ്ടാക്കണം, അതാ ഉദ്ദേശം. അമൽ സ്വാലിഹാണ്, പക്ഷെ ആ അമൽ ചെയ്യുക വഴി കുറച്ച് പൈസ ഉണ്ടാകണം, അതാ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ മിസ് അൻ യഹുജ്ജ, ഒരാൾ ഹജ്ജ് ചെയ്യുന്നു, ലിമാദിൻ യഖുദുഹു, ഹജ്ജിന് പോണെന്തിനാണ്? അവിടെ നല്ല സീസണാണ്, ഇപ്പം ഹജ്ജിന് പോയാൽ കുറച്ച് കച്ചവടമൊക്കെ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പോരാ, അതിനാണ് പോണത്. അല്ലെങ്കിൽ ഓരോ പൈസ കൊടുക്കുന്ന ആളുണ്ട്, അത് അടുത്ത കാണാൻ പറ്റും, അത് കണ്ട് പോരാ. ഹജ്ജ് പോക്ക് ഹജ്ജിനാണ്, പക്ഷെ ഉദ്ദേശം ഹജ്ജല്ല, സമ്പത്ത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഔ യുഹാജുലി ദുന്യാ യുസീബുഹ, ദുന്യവിയായ നേട്ടത്തിന് വേണ്ടി ഹിജറ പോകുന്നു. അവ ഇമ്രഅത്തിനെ തസവ്വജുഹ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടിയാണ് ഹിജറ പോകുന്നത്, ഹദീസ് പറഞ്ഞ കാര്യമാണല്ലോ. ഔ യുജാഹിദു, അല്ലെങ്കിൽ ജിഹാദ് ചെയ്യുന്നു, ലി അജ്രി മഗ്നമി, ഗനീമത്ത് സ്വത്തുകൾ കിട്ടാൻ വേണ്ടി. ഫഖദ് ദക്കറ ഹാദ അന്നൗഅ അയ്ളൻ ഫി തഫ്സീൽ ആയ, ഇതും ഈ ആയത്തിന്റെ തഫ്സീറിൽ ഫഖദ് ഉക്കിറ, ഇതും പറയപ്പെട്ടിട്ടുണ്ട്. വകമാ യതഅല്ലമു റജുലു, എന്നപ്പോൾ ഒരു മനുഷ്യൻ പഠിക്കുന്നു, ലി അജ്ലി മദ്റസതി അഹ്ലിഹി, ഒന്നുകിൽ തൻ്റെ കുടുംബത്തിൻ്റെ ഒരു സ്ഥാപനം ഉണ്ട്, അപ്പോൾ അവിടെ ഏതായാലും ഇപ്പോൾ വാപ്പുണ്ടാക്കിയ സ്ഥാപനമാണ്, നമ്മളൊക്കെ തന്നെ നോക്കാനുള്ളത്, അപ്പോൾ അവിടെ നോക്കണമെങ്കിൽ ലേശം പഠിക്കണം, അത് പഠിക്കുക, പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ അതിൽ കയറാൻ പറ്റുള്ളൂ, അതിന് വേണ്ടി പഠിച്ചതാണ്. ഔ മക്സബിഹിം, അല്ലെങ്കിൽ അവരുടെ ഒരു സമ്പാദ്യത്തിന് വേണ്ടി പഠിക്കുകയാണ്. ഔ റിആസത്തിഹിം, അല്ലെങ്കിൽ ഓലമേലെ റഈസാവണം, ഓലമേലെ ഒരു കുടുംബം, ആ കുടുംബത്തിനാണ് എന്നും കാദ്യമാരുണ്ടാവുക. ആ മക്കളൊക്കെ ചെറുപ്പത്തെ വാപ്പ പറയും പഠിച്ചോളേടാ, പഠിച്ചാലേ കാദ്യമാകാൻ പറ്റുള്ളൂ, ഞാൻ കാദ്യം, വാപ്പ കാദ്യം, വല്യപ്പ കാദ്യന്നു, അത് നമ്മുടെ കുടുംബത്തിൽ നിന്നു. അപ്പോൾ ആ കുടുംബത്തിൽ എന്തും ഇങ്ങനെ മക്കളെ പഠിപ്പിച്ചോണ്ടു, എന്തിന്? അവിടെ കാദ്യമാകാൻ വേണ്ടി, അവിടെ ഖതീബാകാൻ വേണ്ടി, അവിടെ ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒക്കെ അങ്ങനെ പഠിച്ചു വരുന്നവർ ഇതൊക്കെ ഇതിൽ പെടും. ഔ യതഅല്ലമുൽ ഖുർആൻ, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്നു. നിസ്കാരത്തിന് കാറ്റിൽ അവൻ പതിവാക്കുന്നു. ലി അജ്ലി വളീഫത്തിൽ മസ്ജിദി, പള്ളി ജോലി കിട്ടാൻ വേണ്ടി, വേറെ ഉദ്ദേശമൊന്നുമില്ല. ഹാഫിദായ ആളെ ഇമാമത്തിന്, ഇപ്പോൾ ഒരു ഇസ്ലാമിക ഗവൺമെൻറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിബന്ധന ഉണ്ടാവും, പള്ളിക്ക് ഇമാമൊക്കെ ആണെങ്കിൽ ഹാഫിദായിരിക്കണം. അപ്പോൾ പറയാം ഹാഫിദായിക്കുന്നാലേ എനിക്ക് അവിടെ ഇമാമാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഉദ്ദേശം തന്നെ ആ ജോലിയാണ്. ഇങ്ങനെയൊക്കെ വരിക. കമാഹുവ വാഖിഉൻ കസീറ, ഇതൊക്കെ ധാരാളമായി ഇന്ന് സംഭവിക്കുന്നുണ്ട്. പൊതുവേ നമ്മൾ ഈ അറബി കോളേജുകൾ
അഫ്ദലുമായ കോഴ്സുകൾക്ക് വന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം അതാണ്. സ്ഥാപിച്ച ആളുകളൊക്കെ ആത്മാർത്ഥമായി സ്ഥാപിച്ചു, പിന്നെ അത് ഗവൺമെൻറ് അംഗീകരിച്ചു, അവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു ജോലിക്ക് കയറാനായി. അതോടുകൂടി പിന്നെ ആളുകൾ പഠിക്കാൻ പറ്റുന്നൊക്കെ ജോലിക്ക് വേണ്ടിയാണ്, അല്ല ദീൻ പഠിക്കാൻ വേണ്ടിയല്ല. അതൊക്കെ വലിയ നഷ്ടം പരലോകത്ത് ഉണ്ടാക്കി തീർക്കും. നാലാമതൊരിനം അള്ളാഹുവിനുള്ള ത്വഅത്ത് അവൻ ചെയ്യുന്നു, മുഖ്ലിസൻ ഫീ ദാലിക ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു, ആത്മാർത്ഥമായി ഇഖ്ലാസോടെ ചെയ്യുന്നു, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, ഒരു പങ്കുകാർക്കും അല്ല, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത്. പക്ഷേ ലാകിന്നഹു അലാ അമലിൻ യുകഫിറുഹു കുഫ്റൻ യുഖ്രിജു അനിൽ ഇസ്ലാം, മറുഭാഗത്ത് അവന് മറ്റൊരു അമലുണ്ട്, ആ അമൽ അവൻ കാഫിറായി പോണ അമലാണ്. ഇസ്ലാമിന് പുറത്ത് പോണ പണി അവൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തോ ഭയങ്കര ആത്മാർത്ഥമായി അവൻ നിസ്കാരവും നോമ്പും സകാത്തും സ്വതക്കയും ഒക്കെ ഉണ്ട് താനും. ഇപ്പുറത്ത് വമ്പൻ ശിർക്ക് വമ്പൻ കുഫറൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു, മറുഭാഗത്ത് അമൽ ചെയ്യുന്നു. ഈ അമലാവട്ടെ ഇഖ്ലാസുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. മിസ്ല യഹൂദി വൻ നസ്വാറ, ഉദാഹരണം യഹൂദി നസ്വാറാക്കൾ, ഇദാ അബദുല്ലാഹ, ഒരു അള്ളാഹ്ക്ക് ഇബാദത്ത് വിചാരിക്കാം, ഔ തസദ്ദഖു ഔ സ്വാമു, ഒരു സദഖ ചെയ്യുന്നു, നോമ്പ് നോൽക്കുന്നു, ഇബ്തിഗാ വജ്ഹില്ലാഹി വദ്ദാറുൽ ആഖിറ, അള്ളാഹുവിൻ്റെ പരലോകം കാക്ഷിക്കുന്നു, അള്ളാഹിനെ ഉദ്ദേശിക്കുന്നു. വമിസ്ല കസീരിൻ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പല ആളുകളും അല്ലദീന ഹും ഫീഹിം കുഫ്റുൻ ഔ ശിർക്കുൻ, അവരിൽ കുഫ്റുണ്ട്, ശിർക്കുണ്ട്, യുഖ്രിജുഹും മിനൽ ഇസ്ലാമി ബിൽ കുല്ലിയ്യ, പൂർണ്ണമായും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാവുന്ന ശിർക്ക് അവരുടെ പക്കലുണ്ട്. എന്നിട്ടോ ഇദാ അത്വഅല്ലാഹ ത്വഅതൻ ഖാലിസ, അപ്പുറത്ത് നിഷ്കളങ്കമായി അവനെ വഴിപ്പെടുന്നു അല്ലാഹു തആലാക്ക്. യുരീദുന ബിഹാ സവാബല്ലാഹി ഫിദ്ദാരിൽ ആഖിറ, പരലോകത്തെ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നത്. ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ വരും, ധാരാളം ഖുർആൻ ഓതും, ഒരുപാട് ദിക്റുകൾ ചൊല്ലും, നന്നായ അമലുകൾ ചെയ്യും, അതിലൊന്നും ഒരു കളങ്കവുമില്ല, നിഷ്കളങ്കമായി ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് ആരാ ലോകം എന്തൊക്കെ വെച്ചാൽ സി എം മടവൂര്, മുദബ്ബിർ ആലം സി എം മടവൂര്. ഇങ്ങനെ അസൽ തന്നെ തകർക്കുന്ന രൂപത്തിലുള്ള വിശ്വാസമാണ് അവനുള്ളത് എങ്കിൽ ലാകിന്നഹും അലാ അഅ്മാലിൻ തുഖ്രിജു മിൻ ഇസ്ലാമി വതംനഉ ഖബൂല അഅ്മാലിഹിം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അമലുകൾ സ്വീകരിക്കപ്പെടാതെ പോകുന്ന അമൽ ഒരു വേറുണ്ട് എങ്കിൽ ഫഹാദൻ നൗ അയ്ളൻ ഖദുക ഫീ ഹാദിൽ ആയ, അതും ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. അൻ അനസ് ഇബ്നു മാലിക് വഗൈരിഹി, സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൽ ഇതും പറഞ്ഞിട്ടുണ്ട്. വകാന സലഫു യഖാഫൂന മിൻഹാ, ഇതെല്ലാം മുൻഗാമികൾ ഏറെ ഭയപ്പെട്ട കാര്യമാകുന്നു. അപ്പം അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്തു എന്നുകൊണ്ട് മാത്രമായില്ല, എല്ലാ നിബന്ധനയും പൂർത്തിയാകുമ്പോഴാണ് അമൽ പരലോകത്തേക്ക് ഉപകാരപ്പെടുക. ഇൻതഹ മാദക്കറഹു റഹിമഹുല്ലാ, മുഹമ്മദ് റഹിമഹുള്ള വചനം ഇവിടെ അവസാനിച്ചു. ഇത് ഇത്രയും ഭാഗം അദ്ദേഹം പറഞ്ഞ വാക്ക് ഷെയ്ഖ് സ്വലീഹ് ഫൗസാൻ അങ്ങനെ തന്നെ എടുത്തുദ്ധരിച്ചതാണ്. വൽ ആയത്താനി, ഈ രണ്ട് ആയത്തുകൾ യതനാവലാനി ഹാദിൽ അൻവാഅൽ അർബഅ, ഈ നാല് ഇനങ്ങളും ഈ ആയത്തിൽ ഉൾപ്പെടും. ലിഅന്ന ലഫ്ളഹുമാ ആമുൻ, കാരണം അള്ളാഹു അവിടെ ഉപയോഗിച്ചത് പൊതുവായ പ്രയോഗമാണ്. ആയത്തിൽ മൻകാന യുരീദു ദുനിയ എന്നത് വല്ലവനും ദുനിയാവ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അപ്പോൾ ആ മൻ എന്ന പ്രയോഗം ആമാണ്, ആ ഉദ്ദേശമുള്ള എല്ലാവർക്കും ബാധകമാണ് ആ പ്രയോഗം. അതുകൊണ്ട് ഈ പറയപ്പെട്ട നാലും ഇതിൽ ഉൾപ്പെടും. ഫൽ അംറു ഖതീർ, ഒരു കാര്യം വലിയ അപകടമാണ്. യൂജിബു അലൽ മുസ്ലിമി അൽ ഹദ്റ, ഈ ആയത്തുകൾ മുസ്ലിമിനെ നിർബന്ധമാക്കുന്നു അൽ ഹദ്റ, ജാഗ്രത പാലിക്കാൻ. മിൻ അൻ യത്ലുബ ബി അമലിൽ ആഖിറതി തമഅ ദുനിയ, ആഖിറത്തിനുള്ള ഒരു അമൽ, ആ അമൽ കൊണ്ട് ദുനിയാവിൻ്റെ നേട്ടങ്ങൾ വെക്കുക എന്നുള്ളത് വലിയ സൂക്ഷ്മത, വലിയ ജാഗ്രത ഒരു വിശ്വാസി പാലിക്കേണ്ടതുണ്ട്. വഖദ് ജാഅ ഫീ സ്വഹീഹിൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി വന്നിരിക്കുന്നു, അന്ന മൻ കാന ഖസ്ദുഹു അദ്ദുനിയ, ഒരാളുടെ ഉദ്ദേശം ദുനിയാവാണ് എങ്കിൽ യജ്രി വറാഅഹ, അതിന് പിന്നാലെ അവൻ പോകുന്നു, ബികുല്ലി ഹിമ്മത്തിൻ, എല്ലാ ഹിമ്മത്തും എല്ലാ ശ്രദ്ധയും കൊടുത്ത് അത് നേടാൻ വേണ്ടി പിന്നാലെ പോകുന്നു എങ്കിൽ അൻഹു യസീറു അബ്ദൻ ലഹാ, അവൻ അതിന് അടിമയായി മാറും എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. ദുനിയാവിൻ്റെ കാര്യം പൈസയാവാം, സ്ഥാനമാനമാവാം, മറ്റേതുമാവാം, അത് ഒരുത്തരാണ് ആഗ്രഹിച്ചിട്ട് അത് ഏതെങ്കിലും നിലയ്ക്ക് എനിക്ക് നേടിയേ പറ്റുള്ളൂ
എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ കൂടി ഒരുത്തൻ അവസാനം അതിൻ്റെ അടിമയായിട്ട് മാറും. അത് കിട്ടാതെ ഓന് ഉറക്കുണ്ടാവില്ല, അത് കിട്ടാതെ ഭക്ഷണം ഉണ്ടാവില്ല, അത് കിട്ടാതെ ഒരു സുഖം ഉണ്ടാവില്ല. അത് ആകുന്നവരെ ഓന് അതിൻ്റെ പിന്നാലെ. ദുന്യാവിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ദുന്യവിയായ നേട്ടം, സ്ഥാനമാനങ്ങൾ, സമ്പത്തുക്കൾ, അംഗീകാരങ്ങൾ, അതിനൊക്കെ എന്ത് ത്യാഗം ചെയ്ത് അതിൻ്റെ പിന്നാലെ മനുഷ്യന്മാർ പോകുന്നുവെങ്കിൽ അവൻ അതിന് അടിമയാണ് എന്ന് സ്വഹീഹ് ബുഖാരിയിൽ വന്ന ഹദീസിൽ കാണാം. ഫഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഇസ അബ്ദുദ്ദീനാരി തഇസ അബ്ദുദ്ദിർഹമി. തഇസ അബ്ദുദ്ദീനാർ, ദീനാറിൻ്റെ അടിമ അവൻ തുലയട്ടെ, ദിർഹമിൻ്റെ അടിമ അവൻ തുലയട്ടെ. തഇസ അബ്ദുൽ ഖമീസത്തി തഇസ അബ്ദുൽ ഖമീരത്തി, വസ്ത്രങ്ങൾ അതേപോലെ മറ്റു വിഭവങ്ങൾ ഇതിലെല്ലാം അടിമയായിട്ടുള്ളവൻ അവൻ തുലഞ്ഞു പോകട്ടെ. ഇൻ ഉഴ്ത്തിയ റളിയ വഇല്ലം യുഴ്ത സഖിത്, ഇത് കിട്ടിയാൽ അവൻ തൃപ്തനാവും, കിട്ടിയില്ലെങ്കിലോ അവൻ കോപിക്കുകയും ചെയ്യും എന്ന അവസ്ഥ ഉണ്ടാകും അവന്. തഇസ വന്തകസ, അവൻ തുലയട്ടെ, തുലഞ്ഞു പോകട്ടെ. വഇദാ ശീക ഫലൻ തകശ, അവനെ ഏൽക്കുന്ന ചെറിയ പ്രയാസത്തിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ കഴിയുകയില്ല. ശീക്കമെന്ത ഒരു മുള്ളുത്തിയാൽ ആ മുള്ളു പറിക്കാൻ പോലും കഴിയില്ല എന്നാണ്. അത് ഏൽക്കുന്ന ചെറിയൊരു നട്ടം പോലും ഒന്ന് സഹിക്കാൻ പറ്റില്ല. അതിന് ഭയങ്കര ടെൻഷനായി അതിനു വേണ്ടി പിന്നെ എന്ത് ത്യാഗം ചെയ്ത് അതിൻ്റെ പിന്നാലെ പോകും. അപ്പം ഈ അവസ്ഥ എത്തിയാൽ നബി ഇവിടെ ഉപയോഗിച്ച വാക്കെന്താണ്? അബ്ദുദ്ദീനാർ, അബ്ദുദ്ദിർഹം, അബ്ദുൽ ഖമീസ, അബ്ദുൽ ഖമീര എന്നൊക്കെയാണ് നബി തങ്ങളോട് ഉപയോഗിച്ച പദപ്രയോഗം. അപ്പം അബ്ദായി മാറുന്നതാണ്, അവൻ അതിൻ്റെ അടിമയായിട്ട് മാറും. അപ്പം അതിനു വേണ്ടി ഓനെ പിന്നെ ഒന്നും പ്രശ്നം, എത്ര പൈസ ചിലവാക്കും, എത്ര ദൂരം യാത്ര പോകും, ഓനെ ഉറക്കം വേണ്ട, ഭക്ഷണം വേണ്ട, ഒരു പ്രശ്നവുമില്ല, എന്ത് ത്യാഗം ചെയ്യാനും ഓൻ തയ്യാർ. ദുന്യാവിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ മന്ത്രിയാവാൻ, MLA ആവാനും ഒക്കെ നമ്മൾ കാട്ടിക്കൂട്ടുന്ന എളുപ്പം നമ്മൾ കാണില്ലേ. സാധാരണ ഒരു സംഗതിക്ക് ഒന്നും കൊടുക്കാത്തവൻ പോലും ഇതിനെ എത്ര കോടിയും കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. ഒരായി കിട്ടിയാൽ മതി. അതിനു വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഒപ്പമുള്ളവനെ പാര വെക്കാനും ഒക്കെ ഒരു മടിയില്ലാത്ത കോലത്തിൽ ആളുകൾ മാറും. ദുന്യാവിൻ്റെ അവസ്ഥ. അപ്പം അങ്ങനെ ദുന്യവിയായ കാര്യങ്ങളിൽ ഒരാൾ അങ്ങനെ പിന്നാലെ കൂടിക്കഴിഞ്ഞാൽ അവൻ അതിന് അടിമയായിട്ട് മാറുമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. തഇസ ലുഗതൻ സഖത, തഇസ എന്ന് പറഞ്ഞാൽ സഖത എന്ന നേരെ ഭാഷാർത്ഥം വീണു. തഇസ അബ്ദുദ്ദീനാണല്ലോ. അപ്പം തഇസ എന്ന് പറഞ്ഞാൽ സഖത, നിലംപൊത്തി, വീണു എന്നർത്ഥം. തഇസ വൽ മുറാദു ഹുനാ ഹലക, ഇവിടെ ഉദ്ദേശം നശിച്ചു എന്നാണ്. വസമ്മാഹു അബ്ദൻ ലിഹാദിഹിൽ അശ്യാഇ, നബി തങ്ങൾ അവനെ ഈ ഇത്തരം കാര്യങ്ങളുടെ അടിമ എന്നാണ് നബി അവനെ പേര് വെച്ചത്. ലികൗനിഹാ ഹിയൽ മഖ്സൂദ ബിഅമലിഹി, കാരണം ഇതാണ് അവൻ്റെ അമല് കൊണ്ട് അവൻ ലക്ഷ്യമാക്കുന്നത്. ഫകുല്ലു മൻ തവജ്ജഹ ബിഖസ്ദിഹി ലിഗൈരില്ലാഹ്, റബ്ബല്ലാത്തൊരുത്തനിലേക്ക് തൻ്റെ ഉദ്ദേശവുമായിട്ട് തിരിഞ്ഞാൽ ഫഖദ് ജഅലഹു ശരീകൻ ലഹു ഫി ഉബൂദിയതിഹി, അതിനവൻ ഉബൂദിയത്തിൽ ശരീക്കായി പങ്കാളിയാക്കി മാറ്റി. കമാ ഹുവ ഹാലുൽ അക്സർ, ഭൂരിപക്ഷത്തിനെയും അവസ്ഥ ഇന്നതാകുന്നു. وقد دعا الرسول صلى الله عليه وسلم في هذا الحديث على من جعل الدنيا قصده وهمه بالتعاسة والانتكاسة وإصابته بالعجز. ദുനിയാവാണ് ഉദ്ദേശമെങ്കിൽ അവൻ നശിക്കട്ടെ, തുലയട്ടെ എന്നാണ് നബി തങ്ങൾ അവിടെ അവനെതിരെ പ്രയോഗിച്ചത്. വഇസാബതി ബിൽ അജ്സി, അവൻ അശക്തനായി മാറട്ടെ എന്നും. അൻ ഇന്തിഖാശി ഷൗക്കി മിൻ ജസദിഹി, ശരീരത്തിൽ മുള്ളു പോലും പറിച്ചെടുക്കാൻ ഒരു കഴിയില്ല. ഒരു ചെറിയ ഒരു നഷ്ടം വന്നാൽ മതി, ചെറിയൊരു പരിക്കുണ്ടായാൽ മതി, അപ്പോഴേക്കും അവന് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് എത്തും. വലാ ബുദ്ദ അൻ യജിദ അസറ ഹാദിഹി ദഅവാതി, ഇത് നബിയുടെ പ്രാർത്ഥനയാണ്. ഇവിടെ നബി ദുആ ചെയ്യാണ്. തഇസ അബ്ദുദ്ദീനാർ, ദീനാറിൻ്റെ അടിമ തുലയട്ടെ, ദിർഹമിൻ്റെ അടിമ തുലയട്ടെ എന്നാണ് പറഞ്ഞത്. ഇത് നബിയുടെ ദുആയാണ്. അതുകൊണ്ട് തന്നെ ഇത് വലാ ബുദ്ദ അൻ യജിദ അസറ ഹാദിഹി ദഅവാത്, ഈ പ്രാർത്ഥനയുടെ അസർ, അതിൻ്റെ സ്വാധീനം ഏൽക്കാതിരിക്കില്ല. കുല്ലു മൻ ഇത്വസഫ ബിഹാദിഹി സിഫത്തിൽ ദമീമ,
ഈ ആക്ഷേപകരമായ സ്വഭാവമുള്ളവർക്കെല്ലാം നബിയുടെ ഈ ദുആഇൻ്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു തഅ്സീർ അതവനുണ്ടാകും. ദുനിയാവിലും ആഖിറത്തിലും അവന് ഉപദ്രവകരമായ ഒരു ഇതിലവൻ ചെന്ന് ചാടുകയും ചെയ്യും. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, ഫസമ്മാഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദദ്ദീനാരി വദ്ദിർഹം. നബിയെ പേരിട്ടത് ദിർഹമിൻ്റെ അടിമ, ദീനാറിൻ്റെ അടിമ, വഅബ്ദുൽ ഖതീഫത്തി വഅബ്ദുൽ ഖമീസത്തി എന്നൊക്കെയാണ്. വദക്കറ ഫീഹി, നബിയുടെ ഉപയോഗിച്ചത് മാ ഹുവ ദുആഉൻ ബിലഫ്ദിൽ ഖബർ, ഖബറിൻ്റെ വാക്കിൽ ദുആയാണ് ഉപയോഗിച്ചത്. ഈസ എന്നാണല്ലോ, ശൈക്കാർത്ത് എന്താണ്? അവൻ നശിച്ചു എന്നാണ്. നശിച്ചു എന്ന് പറഞ്ഞാൽ ഖബറാണ്, ഒരു കാര്യം അറിയിക്കുകയാണ്. പക്ഷെ ഉദ്ദേശം ദുആയാണ്. നശിച്ചു എന്നല്ല ഉദ്ദേശം, നശിക്കട്ടെ എന്നാണ്. ഹലക എന്ന് ഉപയോഗിച്ചാലും അവൻ നശിക്കട്ടെ, അവൻ തുലയട്ടെ എന്ന് പ്രാർത്ഥനയാണ് ഉദ്ദേശം. ഉപയോഗിച്ച പദം ഇഖ്ബാർ, ഒരു കാര്യം അറിയിക്കും പോലെയാണ്. അവൻ നശിച്ചിരിക്കുന്നു എന്ന് അറിയിക്കണ പോലെയാണ് പറഞ്ഞത്. പക്ഷെ ഉദ്ദേശിച്ചത് അവിടെ അവൻ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്ന വാക്ക് ഖബറാണെങ്കിലും ഉദ്ദേശം ദുആയാണ്. ഒരു ഷർറ് ബാധിച്ചാൽ ഒരവസ്ഥ ഇതാണ്, ലം യഖ്റുജ് മിൻഹു, അതിന് പുറത്തെടുക്കാൻ കഴിയില്ല. വലം യുഫ്ലിഹ്, അവനൊട്ട് വിജയിക്കുകയുമില്ല. ലികൗനിഹി തഅസ വന്തകസ, കാരണം അവൻ തുലഞ്ഞു, നശിച്ചു. ഫലാ നാദൽ മത്ലൂബ, ഓന് ലക്ഷ്യമുട്ട് നേടാനും കഴിഞ്ഞില്ല. വലാ ഖലസ മിൻ മക്റൂഹി, അവൻ എന്തിനെന്നാണോ പേടിച്ചത് അതിന് രക്ഷപ്പെടാനൊട്ട് സാധിച്ചതുമില്ല. വഹാദിഹി ഹാലു മൻ അബദൽ മാൽ, സ്വത്തിനെ ആരാധിച്ചവൻ സ്വത്തിൻ്റെ അടിമയായി മാറിയാൽ ഓൻ്റെ അവസ്ഥ ഇതാണ്. വഖദ് വസഫ ദാലിക ബിഅന്നഹു ഇൻ ഉഅ്തിയ റളിയ വഇൻ മുനിഅ സഖിത. മറ്റൊരു വിശേഷണം നബി പറഞ്ഞതാണ്, കിട്ടിയാൽ സന്തോഷമാകും, ഇല്ലെങ്കിലോ കോപിക്കുകയും ചെയ്യുന്നത്. കമാ ഖാല അല്ലാഹ് പറഞ്ഞു, വമിൻഹും മൻ യൽമിസുക ബിസ്സദഖാതി ഫഇൻ ഉഅ്തു മിൻഹാ റളു വഇൻ ലം യുഅ്തു മിൻഹാ ഇലാഹും യസ്ഖുതൂൻ എന്ന് മുനാഫിഖിനെ പറ്റി അല്ലാഹ് പറഞ്ഞു. ചില ആളുകൾ സ്വതക്കയിൽ നിന്ന് ആക്ഷേപിക്കുന്നുണ്ട് നബിയെ, ഓർക്ക് കിട്ടിയാൽ സന്തോഷമാണ്. നബി സ്വതക്ക ചെയ്യുമ്പോൾ അതിനെ ആക്ഷേപിക്കുന്ന ആളുകൾ, നബി ഓൽക്ക കൊടുക്കുന്നുണ്ട്, ഓലേക്കാളും അർഹതപ്പെട്ട ആളുകൾ എത്ര ഉണ്ട്, ഓൽക്കൊന്നും കൊടുക്കാതെ ബലിക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും. എന്നാൽ ബലിക്ക് കിട്ടിയാലോ ഇവിടെ സന്തോഷമായി. അപ്പോൾ അർഹതപ്പെട്ടതിനെ കൊടുക്കാത്തതുകൊണ്ടല്ല പ്രശ്നം, തനിക്ക് തന്നോടാണ്. ഓന ആദ്യം കൊടുത്താൽ പിന്നെ ഞാൻ കൊടുത്താലും കുഴപ്പമില്ല, ബലിട്ടല്ലോ. ഇത് അല്ലാഹ് ഖുർആനിൽ ആക്ഷേപമായി പറഞ്ഞു. അതേ സ്വഭാവമാണ് ഈ ഹദീസിൽ നബി പറഞ്ഞത്. ഫലില്ലാഹും ലിഗൈരില്ല, അവരെ തൃപ്തി അള്ളാഹ്ക്ക് വേണ്ടിയല്ല. വസഖ്തുഹും ലിഗൈരില്ല, അവരുടെ കോപവും അള്ളാഹ്ക്ക് വേണ്ടിയില്ല. സത്യവിശ്വാസിയോ തൃപ്തിപ്പെടൽ അള്ളാഹ്ക്ക് വേണ്ടി, കോപിക്കൽ അള്ളാഹ്ക്ക് വേണ്ടി. ഇവനോ ദുന്യാവിൻ്റെ പേരിൽ തൃപ്തി അടയുന്നു, ദുന്യാവിൻ്റെ പേരിൽ കോപിക്കുന്നു. വഹാകദ ഹാലു മൻ കാന മുതഅല്ലിഖൻ മിൻഹാ ബിരിആസത്തിൻ, നേതൃസ്ഥാനത്തുമായി ബന്ധപ്പെട്ട ആളുകളുടെ അവസ്ഥ ഇതായിരിക്കും. ഓൻ തീരുമാനിച്ചു ഇപ്രാവശ്യം നേതാവാകണം, ഇപ്രാവശ്യം എന്തായാലും എനിക്ക് ആ കസാലിക്കിരിക്കണം എന്ന് ഓൻ തീരുമാനിച്ചതാണ്. അതെങ്ങാനും കിട്ടുക കണ്ടാൽ പിന്നെ തുടങ്ങി, അതോടുകൂടി ഓൻ്റെ എല്ലാ സമാധാനം പോയി. ഉറക്കമില്ല, ഭക്ഷണമില്ല, പിന്നെ എന്താ വേണ്ടി, എവിടെ പോകേണ്ടി, അതിന് എന്ത് പണിയെടുക്കേണ്ടി, എന്ത് ഭാര്യ വെക്കേണ്ടി, അതിനൊക്കെ തയ്യാറാകുന്ന അവസ്ഥ ഉണ്ടാകും നേതൃസ്ഥാനത്ത്. എല്ലാവർക്കും ഉണ്ടാവും. ഇത് അബ്ദുൽ ദീനാറല്ലേ, ദീനാർ, ഇത് മുഅ്മിന് കാഫിർ വ്യത്യാസമൊന്നുമില്ല, അതെല്ലാവർക്കും ബാധകമാണ്. കാരണം ഓൻ്റെ തൃപ്തി മുഴുവൻ അതിലാണ്, ഓൻ്റെ കോപവും ആ വിഷയത്തിലാണ്. വിശ്വാസിക്ക് ഉണ്ടാകാൻ പറ്റില്ല, പക്ഷെ ഓനുണ്ട്. ഔ സൂറത്തിൻ അല്ലെങ്കിൽ അവൻ്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ എന്തുമാവാം, സ്ഥാനമാനം മാത്രമല്ല, അംഗീകാരങ്ങൾ, ഓരോ മറ്റു നേട്ടങ്ങൾ, ഇതൊക്കെ ആവാം. ഇൻ ഹസ്ലഹു റളിയ, അത് ലഭിച്ചാൽ അവൻ തൃപ്തനായി. വഇല്ലം യഹ്സുല്ലഹു സഖിത, കിട്ടില്ലെങ്കിലോ അവൻ കോപിക്കുകയും ചെയ്തു. ഫഹാദ അബ്ദു മാ യഹ്വാഹു മിൻ ദാലിക, അവൻ എന്താണോ അവൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അടിമയാണവൻ. വഹുവ റഖീഖുൻ ലഹു, അവൻ അതിന് അടിമയായി മാറിയിരിക്കുന്നു. കാരണം ഇത് റിഖു വൽ ഉബൂദിയ്യത്തു ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ അടിമത്വം എന്ന് പറഞ്ഞാൽ ഹുവ റിഖുൽ ഖൽബി വ ഉബൂദിയ്യത്തുഹു, മനസ്സിൻ്റെ അടിമത്വമാണല്ലോ. ഒരു അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ ശരിക്ക് അവൻ്റെ കൽബിലാണ് അടിമത്വം ഉണ്ടാകുക. ഫമസ്തറഖൽ ഖൽബ വസ്തഅബദഹു ഫഹുവ അബ്ദുഹു, തൻ്റെ കൽബിനെ ഏതൊന്ന് വിധേയമാക്കുന്നുവോ
എന്തൊന്നും അവൻ കീഴ്പ്പെടുന്നുവോ അവൻ അതിനടിമയാണ്. ഇലാ അൻ ഖാൽ വഹാകദ ത്വാലിബുൽ മാൽ, അങ്ങനെ തന്നെയാണ് ത്വാലിബുൽ മാലും. ഇതൊക്കെ ഇബ്നു തൈമിയ്യയുടെ വാക്കാണ്. അത് ഇലാ അൻ ഖാൽ ഇബ്നു തൈമിയ്യ പറഞ്ഞു അവസാനം ഇതും കൂടി പറഞ്ഞു, വഹാകദ ത്വാലിബുൽ മാലി, സമ്പത്ത് തേടുന്നത് അങ്ങനെയാണ്. ഫഇന്ന ദാലിക യസ്തഅബദുഹു വയസ്തരിഖുഹു, ആ സമ്പത്ത് അവനെ അടിമയാക്കി മാറ്റും. വഹാദിഹിൽ ഉമൂർ നൗആനി, ഈ സമ്പത്ത് രണ്ടൈറ്റമാണ്. ഇപ്പം നമ്മൾക്ക് സമ്പത്തില്ലേ, ശമ്പളം വാങ്ങണില്ലേ, ജോലി ചെയ്യണില്ലേ, കച്ചവടം ചെയ്യണില്ലേ, അതൊക്കെ പാടില്ല എന്നാണോ? അല്ല. പക്ഷേ അത് രണ്ട് ഇനമാണ്. ഒന്ന് മിൻഹാ മാ യഹ്താജു ഇലൈഹിൽ അബ്ദു, ഒരു അടിമക്ക് ആവശ്യമുള്ളതുണ്ട്. കമാ യഹ്താജു ഇലാ തുആമിഹി വശറാബിഹി വമൻകഹിഹി വമസ്കനിഹി വനഹവി ദാലിക, ഭക്ഷണം, പാനീയം, അവൻ്റെ വിവാഹം, അവൻ്റെ താമസ സ്ഥലം, ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. ഇതൊക്കെ വേണ്ടാക്കാൻ പറ്റുമോ? ഈ ഹദീസ് വായിച്ചിട്ടപ്പോൾ നീ വീട് വേണ്ട, ജോലി വേണ്ട, കല്യാണം കഴിക്കണ്ട എന്ന് പറയണോ? വേണ്ട. ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ഫഹാദ യത്ലുബു മിനല്ലാഹ്, ഇതവൻ തേടേണ്ടത് അള്ളാഹുവിനോടാണ്. വയർഗബു ഇലൈഹി ഫീഹി, റബ്ബിലേക്കാണ് അവൻ പ്രതീക്ഷ വെക്കേണ്ടത്. അപ്പം അവൻ്റെ വീട്, അവൻ്റെ ഭക്ഷണപാനീയങ്ങൾ, അവൻ്റെ വിവാഹം പോലുള്ള കാര്യങ്ങൾ അത് ആവശ്യമുള്ളതാണ്. അത് റബ്ബിനോട് അവൻ തേടുന്നു, റബ്ബിലേക്ക് അവൻ പ്രതീക്ഷ വെക്കുന്നു. ഫയക്കുലിൽ മാലു ഇൻദഹു, ആ സമ്പത്ത് അവൻ്റെ പക്കൽ ഉണ്ടാവൽ എങ്ങനെയാണ്? യസ്തഅമിലുഹു ഫീ ഹാജതിഹി, അവൻ്റെ ആവശ്യത്തിന് അവനതിനെ ഉപയോഗിക്കുന്നു. ഓൻ അതിന് അടിമാവില്ല, അവൻ അതിനടിമയിട്ട് മാറൂല. അത് അവൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു വസ്തു പോലെ ഓൻ്റെ വീട്, ഓൻ്റെ സമ്പത്ത് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ബിമൻസതി ഹിമാരിഹി അല്ലദി യർകബുഹു, അവന് വാഹനമായി ഉപയോഗിക്കുന്ന ഒരു കഴുതയെപ്പോലെയൊന്നുണ്ടാവുക. ഒരു കഴുതപ്പുറത്ത് പോകുന്നതാണെങ്കിൽ ആ കഴുതയോടുള്ള ഒരിത്, ആ കഴുതയോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമോ? ഒന്നുമില്ല. ഓനോടക്ക് എത്താനോ കഴുത വേണം, എമ്മ കയറി അപ്പം പോകുമ്പോൾ ഇരിക്കാൻ സൗകര്യം വേണം. അപ്പം അതിൻ്റെ മേലെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലുമൊക്കെ ഒരു വിരിച്ചിട്ട് അത് വിരുന്നാണ്ട് പോകും, അത്രേ ഉള്ളൂ. ഈ സ്ഥാനമാണ് അവൻ്റെ മനസ്സിലുണ്ടാവുക. ഓനിരിക്കുന്ന വിരിപ്പ് ആ സ്ഥാനമേ ഉണ്ടാവുള്ളൂ. ഓനിരിക്കുമ്പോൾ ഒരു ചളി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിരിച്ചുകൾ ഇരിക്കും. ആ വിരിപ്പിൻ്റെ സ്ഥാനം അതാണ് ഓന് ഇതിലുണ്ടാവുക എന്ന്. ഓന് അതല്ല ഓൻ്റെ എല്ലാ ചിന്തയും. അത് എങ്ങനെ ചുരുക്കൂട്ടാൻ പറ്റും, അങ്ങനെ അത് ഉദ്ദേശമല്ല. ഓനെ ഇരിക്കുമ്പോൾ മാന്യമായി ഇരിക്കണം, അതിന് ഒരു ഇരിപ്പിടം വേണം. എന്നപ്പോൾ ഒരു വീട് വേണം എന്തിന്? താമസിക്കാൻ. പക്ഷെ ഓരോ മുഴുവൻ ചിന്തയും വീടായാലോ അത് പറ്റൂല. ഓരോ സമ്പത്ത് വേണം, വീട് വേണം, വിവാഹം വേണം, ഭക്ഷണം വേണം, ഇതൊക്കെ ഒരു ആവശ്യങ്ങളാണ്. ഈ ഒരു നിലവാരമാണ് അവൻ അതിൽ കാണുക. മിൻ ഗൈരി അൻ യസ്തഅബദഹു ഫയകുന ഹലൂഅ, അതിനെ അടിമയാക്കി മാറാതെ. ഇതിനെ അടിമയായി മാറിയാലോ ഓനാകെ അക്ഷമനായി മാറും. അപ്പം പിന്നെ ഓനാകെ എപ്പോഴും സംതൃപ്തി ഉണ്ടാവില്ല. ഓനെ വീടിനേക്കാൾ നല്ലൊരു വീട് കാണുമ്പോൾ ഓനെ ടെൻഷനായി. അപ്പം പിന്നെ ഇത് ലേശം വലുതാക്കണം. ഓനെ മുറ്റത്തോ വഹിച്ച് കാണുമ്പോൾ നമ്മൾ ബേജാറായി. ഓന് മേലേക്ക് മുന്തിച്ചാൽ അപ്പോൾ നമുക്ക് ബേജാറായി. ഇങ്ങനെ ഓന് ഇതന്നെ ചിന്ത. അത് പറ്റില്ല. മറ്റോ വണ്ടി മാറ്റി, അപ്പോൾ നമുക്ക് വണ്ടി മാറ്റാൻ പ്രശ്നം. ഇങ്ങനെ ഇവ ഇതിനെ അടിമയിച്ച് മാറുക അതല്ല. നേരെ മറിച്ച് വാഹനമായി ഉപയോഗിക്കുന്ന കഴുതയോ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇരിക്കാൻ ഉപയോഗിക്കുന്ന വിരിപ്പെന്താണോ ഈ സ്ഥാനമേ അവൻ ഇതിനൊക്കെ കൽപ്പിക്കുകയുള്ളൂ. അതാണ് വേണ്ടത്. രണ്ടാമത് വമിൻഹാ മാ ലാ യഹ്താജു ഇലൈഹി അബ്ദു, രണ്ടാമത് ഒരാവശ്യമില്ലാത്തതാണ്. ഫഹാദാ യംബഗി അല്ലാ യുഅല്ലിഖ ഖൽബഹു ബിഹി, അതൊരിക്കലും കൽബതുമായി ബന്ധപ്പെടാനേ പാടില്ല. ഒരാവശ്യമില്ല, പിന്നെ അതിൻ്റെ പിന്നാലെ ഓന് പോകേ വേണ്ട. ഫൈദാ അല്ല ഖൽബഹു സ്വറ മുസ്തഅബിലൻ ലഹു, കൽബതുമായി ബന്ധിച്ചാലോ അതിനടിമയായിട്ട് മാറി. വറുബ്ബമാ സ്വറ മുസ്തഅബിലൻ വമുതമിദൻ അലാ ഗൈരില്ലാ, ചിലപ്പോൾ അള്ളാഹിനെ പോലും വിട്ട് ഈ റബ്ബല്ലാത്തവനെ അവലംബിക്കാൻ അവസ്ഥയ്ക്ക് അവൻ എത്തിപ്പെടുകയും ചെയ്തേക്കാം. ഫലാ യബ്ഖാ മഅഹു ഹഖീഖത്തുൽ ഉബൂദിയ്യത്തി ഇല്ലാ, അതുണ്ടെങ്കിൽ പിന്നെ അള്ളാഹിൻ്റെ ഒരു ശരിയായ അടിമയാവാൻ ഓന് കഴിയില്ല. ഓന് ഫുൾ ടൈം മറ്റിൻ്റെ പിന്നാലെയാണ്. സ്കരിക്കണമൊക്കെ ഉണ്ടാവും, സ്കരിക്കും മുമ്പ്, പക്ഷേ പഠിച്ചോനെ അബ്ദ് എന്നൊരു അവസ്ഥയിൽ ഓനെ കൽബ് പോയി. കൽബും അള്ളാഹും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഓൻ്റെ ബന്ധങ്ങളൊക്കെ മറ്റ് പലതിലുമാണ്. ഒല ഹഖീഖത്തെ തവക്കുൽ അലൈഹി, ശരിയാവണ്ണം തവക്കുലാക്കാനും ഒരു കഴിയുകയില്ല. ബൽ ഫിഹി ശുഅബത്തുൻ മിൻ ഇബാദത്തിൽ ഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തിൻ്റെ ഒരു ഭാഗം അവരിൽ ഉണ്ട് എന്ന് വരും. വശുഅബത്തുൻ മിൻ തവക്കുൽ ഗൈരില്ലാ, റബ്ബല്ലാത്തവരുടെ തവക്കുൽ അതും അവനിൽ ഉണ്ട് എന്ന് വരും. വഹാദാ അഹഖുൻ നാസി ബിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അവനാണ് ഈ ഹദീസ് ഏറ്റവും അനുയോജ്യമാവുക. തഇസ് അബ്ദുൽ ദീനാരി, തഇസ് അബ്ദുൽ ദിർഹമി, തഇസ് അബ്ദുൽ ഖമീസത്തി, തഇസ് അബ്ദുൽ ഖമീലത്തി എന്നൊക്കെ പറഞ്ഞത് അവനാണ് കൂടുതൽ അനുയോജ്യമാവുക. വഹാദ അബ്ദുൽ ലിഹാദിഹിൽ ഉമൂർ, അവനാവട്ടെ ഇതിൻ്റെയൊക്കെ അടിമയാണ്. വലൗ തലബഹ മിനല്ലാഹ്, ഇനി റബ്ബിനോട് അവൻ ഇതിനൊക്കെ വേണ്ടി തേടിയാൽ പോലും, ഇതൊക്കെ കിട്ടവൻ അള്ളാഹ് തോൽക്കുന്നുണ്ട്, എന്നാൽ പോലും ഓൻ അള്ളാഹിന് അടിമല്ല, അവിടെ ഇതിൻ്റെ അടിമയാകുന്നു. ഫഇന്നല്ലാഹ ഇദാ അഅ്താഹു ഇയ്യാഹ, അള്ളാഹ് അവനെ കൊടുത്താൽ റളിയ, അവൻ തൃപ്തിയായി. വഇൻ മനഅഹു, അള്ളാഹ് കൊടുത്തില്ലെങ്കിലോ സഖിത, അവന് അള്ളാഹിനോട് അടക്കം വെറുപ്പാവും ചെയ്യും. ഓൻ ആഗ്രഹിച്ചു വന്നു വാഴുന്നതിനും വേണ്ടി കിട്ടിയില്ല, കിട്ടാൻ ഞാൻ ഓനെ അള്ളാഹിനോട് അടക്കം ഓന് വെറുപ്പ്. എന്താ പഠിച്ചു, ഞാൻ എത്ര ചോദിച്ചു, അത് തന്നില്ലല്ലോ. അപ്പോൾ ഓന് തൃപ്തിയാവണമെങ്കിൽ ഓൻ ചോദിച്ചാൽ അള്ളാഹ് കൊടുക്കണം. എന്നാൽ റബ്ബ് തന്നില്ല, അൽഹംദുലില്ലാഹ്, അതിലേക്ക് ഹൈറുണ്ടാവും അതൊന്നും വിചാരിക്കൂല. ഓനെ ഇത് കിട്ടിയേ പറ്റുള്ളൂ, അത് കിട്ടിയ സന്തോഷമായി, ഇല്ലെങ്കിൽ അവൻ വെറുക്കുകയും ചെയ്യുന്നു. ഇന്നമാ അബ്ദുല്ല, യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ അടിമെന്ന് പറഞ്ഞാൽ മയ്യുർലീഹി മാ യുർദില്ല, അവന് സന്തോഷം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് എന്താണോ ഇഷ്ടം അതാണ് ഓനും ഇഷ്ടമുള്ള കാര്യം. വയുസ്ഖിതുഹു മാ യുസ്ഖിതുല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്താണോ അത് ഓനും ഇഷ്ടമില്ല. ഇതാണ് അള്ളാഹിന്റെ അടിമ. ഓൻ്റെ ഇഷ്ടങ്ങളൊക്കെ റബ്ബിൻ്റെ ഇഷ്ടത്തിന് താബിയായി വരുന്നതാണ്. അവൻ്റെ കോപം റബ്ബിന് വേണ്ടിയുള്ള കോപമാണ്. അതാണ് അബ്ദുല്ല. വയുഹിബ്ബു മാ അഹബ്ബഹുല്ലാഹു വറസൂലുഹു, അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് റസൂൽ ഇഷ്ടപ്പെടുന്നത് അത് ഓന് ഇഷ്ടമായി മാറും. വയുബ്ഗിദു മാ അബ്ഗദല്ലാഹു വറസൂലുഹു, അള്ളാഹും റസൂലും ഇഷ്ടമില്ലാത്തതോ ഓനും ഇഷ്ടമുണ്ടാവുകയുമില്ല. വയുവാലി ഔലിയാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയമായിട്ടാണ് അവന് വിലായത്തുള്ളത്. വയുആദി അഅദാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രുക്കളുമായി അവനും ശത്രുവാണ്. ഫഹാദല്ലദീ ഇസ്തക്മലൽ ഈമാൻ, അങ്ങനെയുള്ളവനാണ് ഈമാൻ പരിപൂർണമായവൻ. ഇൻതഹ കലാമു റഹിമഹുല്ലാഹ്, ഇതുവരെ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ വാക്കാണ്. ഈ കഴിഞ്ഞ പേജിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള ഈ 1.25 പേജ് ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ കിതാബ് എന്ന് അതേപോലെ ശൈഖ് ഇവിടെ എടുത്തുകൂടും. അപ്പോൾ പരിപൂർണമായ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ റബ്ബിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ഓനും ഇഷ്ടമില്ല, നബി ഇഷ്ടപ്പെടാത്തത് ഓൻ ഇഷ്ടപ്പെടുന്നില്ല, നബിക്ക് ഇഷ്ടമുള്ളത് അവൻ ഇഷ്ടമായി മാറുന്നു, അതിനനുസരിച്ചേ ഓൻ്റെ ബാക്കിയെല്ലാം ഉള്ളൂ. ഇതാണ് പരിപൂർണമായ ഉബൂദിയ്യത്ത്. അള്ളാഹ്ക്ക് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ്. മറ്റൊക്കെ പേരിന് പറയാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ അവന് പരിപൂർണമായ അബ്ദല്ല. ഖുൽതു, ഞാൻ പറയുന്നു. ഈ ഇബ്നു തൈമിയ്യ വാക്കുതിന് ശേഷം ഷെയ്ഖ് ഫൗസാൻ പറയാണ്, വമിൻ അബീദിൽ മാദി അൽ യൗമ, ഇന്ന് സമ്പത്തിന് അടിമകൾ എന്ന് പറയാവുന്നവരാണ് അല്ലദീന യഖ്ദുമൂന അതിൽ മുആമലാത്തിൽ മുഹറമ, ഹറാമായ ഇടപാടുകളിലേക്ക് മുന്നിട്ട് വരുന്ന ആളുകൾ. വൽ മകാസിബിൽ ഖബീസ, മോശമായ സമ്പാദ്യ വഴികൾ, ഏത് വഴിക്കാൻ വേണ്ടില്ല പൈസ ഉണ്ടായാൽ മതി എന്ന് വിചാരിച്ച് എന്തിനും തയ്യാറാണ് മനുഷ്യന്മാർ ഉണ്ടാവും. ബിദാഫി ഹുബ്ബിൽ മാദ്ദ, ഓനുള്ള പ്രചോദനം എന്താണ്? പരമാവധി എന്തെങ്കിലുമൊക്കെ നേടണം, സമ്പാദിക്കണം എന്ന ഉദ്ദേശത്തിൽ ഹറാമായാലും വേണ്ടില്ല, പലിശയായാലും വേണ്ടില്ല, നീ കള്ളും കഞ്ചാവായാലും വേണ്ടില്ല, ഓന് എന്തും തയ്യാറാണ്, ഒരു പൈസ കിട്ടിയാൽ മതി. ഇവന് അബ്ദുൽ മാൽ, അടിമയുടെ സമ്പത്തിൻ്റെ അടിമയാകുന്നു. കല്ലദിനെ തആമലൂന ബിർരിബ മഅൽ ബുനൂകി വഗൈരിഹ, ബാങ്കിലും മറ്റും പലിശയുമായി ഇടപെടുന്ന ആളുകളെ പോലെ. വല്ലദിനെ യഖുദുന മാൽ അൻ തരീഖി റിശ്വത്ത് വൽ ഖിമാർ, കൈക്കൂലിയായും ചൂതാട്ടമായും പണം സമ്പാദിക്കുന്നതിനെ പോലെ. വൻ തരീഖിൽ ഗശ്ശി ഫിൽ മുആമലാത്തി, ഇടപാടുകളിൽ ചതി കാണിക്കുന്ന ആളുകളെ പോലെ. വൽ ഫുജൂരി ഫിൽ മുഖാസമാത്തി, തർക്കങ്ങൾ തോന്നിവാസം ചെയ്യുന്ന ആളുകളെ പോലെ. ഓൻ്റെ കാര്യം നേടണമെന്നേ ഉള്ളൂ, വേറൊന്നുണ്ടാവില്ല. വഹും യഅലമൂന, അവർക്കറിയാം അന്ന ഹാദിഹി മകാസിബു മുഹറമ, ഇതൊക്കെ ഹറാമായ സമ്പാദ്യമാണ് എന്ന് അവനറിയാം. കൈക്കൂലി വാങ്ങാൻ പാടില്ല എന്ന് അറിയാത്ത ആരാളുള്ളത്? പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നറിയാത്ത ഏത് മുസ്ലിമാണുള്ളത്? പക്ഷേ ഓൻ കൈക്കൂലി വാങ്ങുന്നു, പേര് മുസ്ലിമാണ്, ഓൻ കൈക്കൂലി വാങ്ങുന്നു, ഓനവിടെ പലിശയുമായി ബന്ധപ്പെടുന്നു, അറിയാത്തതുകൊണ്ടല്ല. ലാകിന്ന ഹുബ്ബഹും ലിൽ മാലി അഅ്മാ ബസായിറഹും, സമ്പത്തിനുള്ള ആർത്തി അവരുടെ കണ്ണുകളെ അന്ധമാക്കി മാറ്റിയിരിക്കുന്നു. വജഅലഹും അബീദൻ ലഹാ, ഈ സമ്പത്തിനെ അടിമയാക്കി അവരെ മാറ്റിയിരിക്കുന്നു. ഫസ്വാറു യത്ലബൂനഹ മിൻ അയ്യി ത്വരീഖിൻ, ഏത് വഴിക്കാലും വേണ്ടില്ല ഈ പണം കിട്ടണമെന്നേ അവൻ്റെ ഉദ്ദേശമുള്ളൂ. ഇത്തരം ആളുകൾ അബീദുൽ മാൽ, സമ്പത്തിൻ്റെ അടിമകളാണ്. നസ്അലുല്ലാഹൽ ആഫിയത ലനാ വലിഖ്വാനിൽ മുസ്ലിമീൻ, നമുക്കും മുസ്ലിമീങ്ങളെ എല്ലാ സഹോദരന്മാർക്കും
റബ്ബ് ഇതിനൊക്കെ ആഫിയത്ത് നൽകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. മിനശ്ശുഹിൽ മുതാഇ വൽ ഹവൽ മുത്തബഇ വഇജാബി കുല്ലി ദി റഇൻ ബിറഇഹി. പിശുക്ക്, അതേപോലെ ദേഹേച്ഛകൾ, അതേപോലെ സ്വന്തം കാര്യത്തിലുള്ള അമിതമായ ആത്മ പ്രശംസകൾ, ഇതിനൊക്കെ റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി ആ ഭാഗം അവിടെ അവസാനിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി നമ്മളൊക്കെ ബാധിക്കുന്ന, എത്ര ശ്രദ്ധിച്ചാലും രക്ഷപ്പെടാൻ പ്രയാസമുള്ള, റബ്ബിന് തൗഫീഖ് ലഭിച്ചെങ്കിലല്ലാതെ ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത, എന്നാൽ നമ്മുടെ തൗഹീദിനെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. പരമാവധി സൂക്ഷ്മത വരയ്ക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. വഫഖ്.